ശ്രീ ഗുരുഭ്യോ നമഃ. കുലദേവത രഹസ്യം ആചരണം ഇത് ഒരു വളരെ ഗഹനമായ വിഷയമാണ്. നമ്മൾ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഒന്ന് ചിന്തിക്കുകയാണ്. കാരണം കുലദേവത എന്ന് പറയുന്നതിനെ കുറിച്ച് ധാരാളം തെറ്റിദ്ധാരണകൾ ഇന്ന് സമൂഹത്തിലും വ്യക്തികൾക്കുമൊക്കെ ഉണ്ട്. ഇന്ന് പല പല ജ്യോതിഷികളും കുലദേവത ആരാധനയെക്കുറിച്ചും വിവിധമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നത്. എങ്കിലും പല ശാസ്ത്രങ്ങളുടെയും വ്യക്തമായിരിക്കുന്ന പ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിൽ എന്താണ് കുലദേവത രഹസ്യങ്ങൾ, എന്താണ് ആരാധന, എങ്ങനെ നമുക്ക് ആരാധിക്കണം എന്നൊക്കെ നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മള് ഷേക്സ്പിയർ നാടകങ്ങളിലെ വളരെ പ്രസിദ്ധമായിരിക്കുന്ന കിങ് ലിയർ എന്നൊരു നാടകത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരു വയസ്സായ രാജാവ്, അദ്ദേഹത്തിന് 3 പെൺകുട്ടികളായിരുന്നു. ആ 3 പെൺകുട്ടികൾക്കായിരുന്നു രാജ്യം കൊടുക്കേണ്ടത്. അപ്പൊ ആർക്കാണ് തന്നോട് സ്നേഹമെന്ന് അറിയാനായിട്ട് രാജാവ് ആഗ്രഹിച്ചു. രാജാവ് തന്റെ 3 മക്കളെ വിളിച്ചു. അവരോട് പറഞ്ഞു, എന്നെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് പുകഴ്ത്തി പറയുന്ന ആരാണ്? നിങ്ങൾക്ക് ആർക്കാണ് എന്നോട് കൂടുതൽ ഇഷ്ടം, അവർക്കായിരിക്കും ഞാൻ എൻ്റെ രാജ്യഭാരം തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് എന്നെക്കുറിച്ച് പറയൂ എന്നാവശ്യപ്പെട്ടു. അദ്ദേഹത്തിന് 3 പെൺകുട്ടികളെ, മൂത്ത 2 പെൺകുട്ടികളെ തന്റെ അച്ഛനായിരിക്കുന്ന രാജാവിനെ കുറിച്ച് വളരെ പുകഴ്ത്തി. ശർക്കരയാണ്, തേനാണ്, എൻ്റെ ജീവിതത്തിൽ എല്ലാം അച്ഛനാണ്, ആ ചെയ്തതും ചെയ്യാത്തതുമായിട്ടുള്ള ഇമാജിൻ ചെയ്തിട്ടുള്ള തന്റെ ചിന്തകളിൽ വരുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തെ പുകഴ്ത്തി പറഞ്ഞു. എന്നാൽ ഇളയ കുട്ടി ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞില്ല, നിശബ്ദയായിട്ടിരുന്നു. 3 പേരെയും അദ്ദേഹം വിളിച്ചു പറയാൻ പറഞ്ഞു എന്താണെന്നുള്ളത്. മൂത്ത 2 പേരും വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തെ പുകഴ്ത്തി. അദ്ദേഹം അതിൽ വളരെ സന്തുഷ്ടനായി. ഇളയ കുട്ടി ഒന്നും പറഞ്ഞില്ല. അപ്പൊ ചോദിച്ചു, എന്താണ്, നിനക്ക് എന്നെ കുറിച്ച് ഒന്നും പറയാനില്ലേ? ആ കുട്ടി പറഞ്ഞ മറുപടി, അച്ഛനോടൊരു മകൾക്ക് എന്താണോ കടമ, എനിക്ക് അദ്ദേഹത്തെ ഉപ്പിനോളം സ്നേഹമാണ്. ആ ഉപ്പ് എങ്ങനെയാണോ എൻ്റെ ശരീരത്തില് എനിക്ക് ജീവൻ നൽകിയിരിക്കുന്നത്, അതുപോലെയാണ് എനിക്ക് അങ്ങ് എന്ന് പറഞ്ഞു. രാജാവിന് അതിന്റെ അർത്ഥം മനസ്സിലായില്ല. ആ കുട്ടിക്കൊന്നും രാജ്യഭാരം കൊടുത്തില്ല, രാജ്യത്തിൽ നിന്ന് പുറത്താക്കി. മറ്റുള്ള 2 പേർക്കും രാജ്യഭാരം വീതിച്ചു കൊടുത്തു. രാജാവ്, കാലങ്ങൾ കഴിഞ്ഞു, രാജാവ് മരണക്കിടക്കയിലായി. അദ്ദേഹം മറ്റു 2 പേരും രാജ്യഭാരം കിട്ടിയപ്പോൾ രാജാവിനെ മറന്നു. റാണിയില്ല, അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ പോലും ആരുമില്ലാതായി. അവസാനം ഇളയ കുട്ടിയായിരിക്കുന്ന ഒരു സാധാരണ വീട്ടിൽ താമസിക്കുന്ന തന്റെ മകളുടെ അടുത്ത് എത്തുകയാണ് രാജാവ്. അപ്പോൾ അദ്ദേഹം എത്തി. അദ്ദേഹത്തിന് ഉപ്പില്ലാത്ത ഭക്ഷണമാണ് ഈ ഇളയ കുട്ടി കൊടുത്തത്. അദ്ദേഹം ചോദിച്ചു, എന്താണ് എനിക്ക് ഇങ്ങനെ ഉപ്പില്ലാത്ത ഭക്ഷണം തരുന്നത്? അപ്പോ ചോദിച്ചു, അച്ഛനല്ലേ, ഞാൻ പറഞ്ഞു അച്ഛനോട് ഉപ്പിന്റെ വിലയാണ് എനിക്കുള്ളതെന്ന്. ഉപ്പില്ലാത്ത ഭക്ഷണം നമ്മൾ എങ്ങനെയാണ് വെറുക്കുന്നത് അല്ലെ? ആ ഒരു ഉപ്പ് ജീവിതത്തിൽ എല്ലാം വേണം. മാത്രമല്ല അത് രക്തത്തിന്റെ അടയാളമാണ്. ഒരു ജനറ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻ, DNA എന്നൊക്കെ നമ്മൾ പറയും. രക്തത്തിലൂടെ, സപ്തധാതുക്കളിലൂടെ ഒരു ജീവൻ, ഒരു പിതാവിന്റെ ജീവൻ പുത്രിയിലും പുത്രനിലും വരുന്നു അല്ലെ? ആ ബന്ധം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും അത് പുകഴ്ത്തി പറയോ ഇകഴ്ത്തി പറയോ ചെയ്താൽ ഇല്ലാതാകുന്നതല്ല. ശാശ്വതമായിരിക്കുന്ന ഈശ്വരൻ വിധിച്ച ഒരു ബന്ധമാണത്. അതിനെ നമുക്ക് എങ്ങനെ അളക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ അളക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒറ്റ വാക്കിൽ ആ കുട്ടി ഇപ്പം ഉത്തരം പറഞ്ഞത്, ഉപ്പ് പോലെ. ഉപ്പില്ലെങ്കിൽ നമുക്ക് വസ്തുക്കളെ ഒന്നും ഇഷ്ടമല്ല അല്ലെ? അത് രക്തത്തിന്റെ സ്വാദ് എന്താണെന്ന് ചോദിച്ചാൽ ഉപ്പാണ്, വിയർപ്പിൻ്റെത് ഉപ്പാണ്. അപ്പൊ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ആ ഒരു ഉപ്പ് കൊണ്ട്, ഉപ്പിന്റെ പ്രാധാന്യം വളരെ പ്രധാനമാണ് ഉപ്പിന് നമ്മുടെ ശരീരത്തിൽ. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്ന ഒരു ദേവതയാണ് നമ്മൾ കുലദേവത അല്ലെങ്കിൽ പരദേവത എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും, എല്ലാ ഹിന്ദുക്കളും പൂജാ കർമ്മങ്ങൾ മറ്റുള്ള പണ്ഡിതന്മാരെ കൊണ്ടോ പൂജാരികളെ കൊണ്ടോ ഒക്കെ ചെയ്യിപ്പിക്കുമ്പോൾ അവര് പറയുന്ന ചില വാക്കുകൾ വല്ലപ്പോഴെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്താണ്? കുലദേവതാഭ്യോ നമ, ഗ്രാമദേവതാഭ്യോ നമ, പരദേവതാഭ്യോ നമ എന്നൊക്കെയാണ് അവര് പറഞ്ഞ് അർച്ചിക്കാറുള്ളത്. കുലദേവത, കുടുംബദേവത, ഭരദേവത, ഈ സങ്കല്പങ്ങളൊക്കെ എന്താണ്? നമ്മൾക്കിത് കേട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഇതിനെക്കുറിച്ച് അറിയാറില്ല അല്ലെ? ഈ സങ്കല്പങ്ങളൊക്കെ എന്താണ്? ഇവയെക്കുറിച്ചുള്ള ആധികാരിക ഗ്രന്ഥങ്ങൾ വളരെ കുറവാണ്. എങ്കിലും ഓരോ ഹിന്ദുവും അവന്റെ സ്വന്തം ശ്രേയസിനും കുടുംബ ഭദ്രതയ്ക്കും തലമുറകൾ നന്നാകാനും ഒക്കെ ഇവ അറിഞ്ഞിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്.
ഇല്ലെങ്കിൽ ഒരു വിപത്ത് വന്നു കഴിഞ്ഞാൽ ജ്യോത്സ്യനെ കാണുമ്പോഴായിരിക്കും ഈ വാക്കുകളൊക്കെ നമ്മൾ ആദ്യമായി കേൾക്കുന്നത്. അപ്പോൾ അവയെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിഞ്ഞ് ചെറിയ ആചരണങ്ങളൊക്കെ നടത്തി മനഃശാന്തിയോടെ ജീവിതം നമുക്ക് നടത്താൻ സാധിക്കും. എല്ലാവർക്കും കുലദേവതാ സങ്കല്പം ഉണ്ടാകും. അച്ഛൻ, അച്ഛന്റെ അച്ഛൻ, മുത്തച്ഛന്റെ അച്ഛൻ, ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു തലത്തിലാണ് ഈ പരമ്പര ചെന്ന് നിൽക്കുന്നത്. അതിൽ എല്ലാവരും ആരാധിച്ചിരുന്ന, വീട്ടിൽ എന്ത് വിശേഷം വന്നാലും ആദ്യം ഒരു പങ്ക് ആർക്ക് മാറ്റിവെക്കുന്നുവോ അതാണ് നമ്മുടെ കുലദേവത. നമ്മുടെ കുലദേവതയാണ് നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത്, തായ് വേരെന്നൊക്കെ പറയും. ഇനി നമ്മൾ ജനിച്ചു വളർന്ന ഗ്രാമത്തിലെ ദേവതയാണ് നമ്മുടെ ഗ്രാമദേവത. നമ്മള് പലയിടത്തായിരിക്കും, അച്ഛനമ്മമാര് പല സ്ഥലങ്ങളിലായിരിക്കും, അവരൊന്നിച്ച് വിവാഹത്തിന് ശേഷം ഒരു ഗ്രാമത്തിലോ പട്ടണത്തിലോ വന്ന് താമസിക്കും. അവിടെ എവിടെയാണോ നമ്മുടെ ആ കുട്ടി ജനിക്കുന്നത്, ആ ഗ്രാമം, ഇന്ന് പട്ടണം എന്ന് പറയാം, ഇന്ന് ഗ്രാമങ്ങൾ കുറവാണ്, അവിടെയുള്ള ദേവതയാണ് നമ്മള് ഗ്രാമദേവത എന്ന് പറയുന്നത്. കുടുംബദേവത എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൻ്റെത് മാത്രമാണ്. എന്നാൽ കുലദേവത എന്നാൽ ധാരാളം പേരുടേതായിരിക്കും കുലദേവത. അത് നമ്മുടെ മാത്രമാണെന്ന് പറയാൻ സാധ്യമല്ല. ഇനി പരാശക്തി എന്നാല് അതിർത്തിയില്ലാത്ത അനുഗ്രഹം തരുന്ന ശക്തി, അതിനെയാണ് നമ്മൾ പരാശക്തി എന്ന് പറയുന്നത്. ആരാധനാമൂർത്തിയാണ് പരദേവത എന്ന് പറയുന്നത്. ഒരു പുരുഷ ദേവതയോ സ്ത്രീ ദേവതയോ ആകാം. അത് പല തലമുറകൾ ആരാധിച്ചതാണ് കുലദേവത. നമുക്ക് സദാ അനുഗ്രഹം ചൊരിയുന്ന ശക്തിയാണ് കുലദേവത. എന്ത് വിശേഷമുണ്ടെങ്കിലും ആദ്യം കുലദേവതയെ തൃപ്തി വരുത്തിയിട്ടാണ് കർമ്മങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാ ദേവതകളും സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് മനുഷ്യ ശരീരം എന്നത്. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. ഇത് ഭഗവാന്റെ വാക്കാണ്, അല്ലെ? ഈ ദേവതകളുടെ അനുഗ്രഹം കിട്ടാത്തിടത്തോളം കാലം നമുക്ക് ശാന്തി, സുഖം, ഐശ്വര്യം ഒന്നും ഉണ്ടാകില്ലെന്ന് ശാസ്ത്രം പറയുന്നു. ഈ കുലദേവത എന്ന് പറഞ്ഞാൽ അതിന്റെ വിവിധ വശങ്ങൾ അഥവാ കാഴ്ചപ്പാടുകൾ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജന്മത്തിന് കാരണമായ ഒരു ദേവതയാണ് കുലദേവത എന്ന് പറയാറുണ്ട്. ആ ദേവതയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്, നമ്മളെ സംരക്ഷണമൊക്കെ ചെയ്യുന്നതെല്ലാം ആ ദേവതയാണ്. അതിനെ അറിയാതെയും വന്ദിക്കാതെയും ഇരിക്കുന്നത് മഹാപാപമാണെന്ന് പറയപ്പെടുന്നു. കുലദേവതയെ തിരിച്ചറിയാതെ ഏത് മഹാക്ഷേത്രങ്ങളിൽ ചെന്നാലും അനുഗ്രഹം ലഭിക്കുന്നതല്ല. നമ്മുടെ ഈ ജന്മം എന്ന് പറയുന്നത് അനേക ജന്മങ്ങളുടെ തുടർച്ചയാണെന്ന് അറിയണം. മറ്റു മതങ്ങളിൽ ഒന്നുമില്ലാത്ത അനേക രഹസ്യങ്ങളാണ് ഹിന്ദു മതത്തിൽ ഒളിഞ്ഞിരിക്കുന്നത്. പലർക്കും അത് എന്താണെന്ന് അറിയാനുള്ള താല്പര്യമോ ഇന്നില്ല. ഹിന്ദുക്കൾക്ക് സനാതന ധർമ്മം എന്താണെന്ന് അറിയില്ല. കാരണം പല മേഖലയിലും ലോജിക്കില്ലാതെ വിദ്വാൻ എന്ന് നടിച്ചു നടക്കുന്ന തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്ന് നമ്മൾ അവരെയാണ് കൂടുതൽ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥ ജ്ഞാനികളെ അറിയാതെ പോകുന്നു. ധാരാളം ദുരാചാരങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ഭയന്ന് ഹിന്ദുക്കൾ ഇന്ന് ആരിലും വിശ്വാസമില്ലാതായി തീരുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് നമുക്കറിയാം, വേവ്സ് ആൻഡ് വൈബ്രേഷൻസ്. അതുകൊണ്ടാണ്, അതിനെയാണ് നമ്മൾ റിതം, പ്രപഞ്ച താളം എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാവർക്കും അറിയുന്ന ഒരു സത്യമാണ്, അല്ലേ? അപ്പൊ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂതാത്മകമാണ്. പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. ഭൂമി, ജലം, അഗ്നി, ആകാശം, വായു. നവഗ്രഹങ്ങൾ അവരുടെ ശക്തി സ്പന്ദനങ്ങൾ ഉണർത്തുന്നത് നമ്മുടെ ഓറയിലാണ്. ഓറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ചുറ്റുമുള്ള ഒരു ഷീൽഡാണ്. മഴ പെയ്യുമ്പോൾ നമ്മൾ കുടയോ റെയിൻകോട്ടോ ഇല്ലെങ്കിൽ നമ്മൾ നനയും, ഇല്ലേ? അതുപോലെ ഈ പ്ലാനറ്റ്സിൽ നിന്ന് വരുന്ന എനർജി തരംഗങ്ങൾ നമ്മുടെ ഓറയിൽ വന്ന് അവിടെ നിന്നും ഷഡ്ചക്രങ്ങളിലേക്ക് പോകും. ഈ കേന്ദ്രങ്ങളാണ് ശരീരം എന്ന് പറയുന്ന മിഷനെ പ്രവർത്തിപ്പിക്കുന്നത്. നമ്മുടെ കുലദേവതയുടെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് നല്ല ഗുരു, നല്ല സുഹൃത്തുക്കൾ, നല്ല പാർപ്പിടം, നല്ല പങ്കാളി ഇതൊക്കെ ലഭിക്കുന്നത്. നല്ല മക്കളെ കിട്ടും. നമുക്ക് കുലദേവത നന്നായെങ്കിലേ വംശം നിലനിൽക്കുള്ളൂ. നല്ല മക്കൾ ഉണ്ടാകണം, അവർ നന്നായിട്ട് ജീവിക്കണം, ഇല്ലേ? ഇപ്പൊ കുലദേവത ശാപമുള്ളവര് എവിടെ ചെന്ന് തൊട്ടാലും നാശങ്ങളായിരിക്കും വന്നു ചേരുന്നത്. പലരും ഇത് പ്രത്യക്ഷമായിട്ട് ഒരനുഭവമായിട്ട് തന്നെ പറയാറുണ്ട്. ഇപ്പൊ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകില്ല, മരുന്ന് കഴിച്ചാൽ രോഗമുക്തി ഉണ്ടാകില്ല, സാമ്പത്തിക നാശങ്ങൾ ഉണ്ടാകുന്നു, കഷ്ടപ്പാട്, ദുരിതങ്ങൾ ഇവ വന്നു ചേർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിന് മഹാക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് കഴിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ 7 തലമുറ വരെ എന്നാണ് അതിന് വിശ്വാസം. 7 തലമുറകളിൽ എന്താ പറയാ,
നല്ലതായിട്ടിരിക്കും. നമ്മുടെ 7 തലമുറകൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ തലമുറകള് പിതൃക്കളായിട്ട് വരും. ഇനി വരാൻ പോകുന്ന 7 തലമുറകള്. ഇതെല്ലാം നന്നായിട്ടിരിക്കണമെങ്കിൽ കുലദേവതാ പ്രീതി ഉണ്ടായേ തീരൂ. ദുഷ്ചിന്തകൾ വരിക, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇതെല്ലാം സംഭവിക്കുന്നത് ഈ ശരീരത്തിൽ ഇരിക്കുന്ന ദേവതയുടെ അനുഗ്രഹം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. ഈ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു ക്ഷേത്രമാണെന്ന് നമ്മൾ കണ്ടു അല്ലേ? നമ്മുടെ ദേവതകൾ, നമ്മുടെ കുടുംബം, സാധന രീതികൾ, നിത്യ അനുഷ്ഠാനങ്ങൾ എന്നിവയൊക്കെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നമ്മുടെ ശരീരം ശ്രീചക്രമാണെന്നും അതിരഹസ്യ പരാപര രഹസ്യ യോഗിനികളെല്ലാം തന്നെ ഇവിടെയാണ് ഇരിക്കുന്നതെന്നും ദേവി ഉപാസകർ അറിയുന്നുണ്ട് അല്ലേ? അപ്പോ ഇവരെ എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് ചതുഷ്ഷഷ്ടി കോടി യോഗിനികൾ ഇരിക്കുന്നത് ഒരു മനുഷ്യ ശരീരത്തിലാണ്. ഇവരെ എല്ലാം ഭരിച്ചുകൊണ്ട് പരാഭട്ടാരികയായിരിക്കുന്ന നമ്മുടെ മാതാവായിരിക്കുന്ന പരാശക്തിയും പിതാവായിരിക്കുന്ന ശിവഭഗവാനും നമ്മുടെ ശരീരത്തിൽ തന്നെയാണ് ഇരിക്കുന്ന സത്യം പലർക്കും അറിയില്ല. സാക്ഷാൽ ശിവഭഗവാൻ പോലും തന്റെ ഉള്ളിലെ ശക്തിയാണ് സദാ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? ദക്ഷിണാമൂർത്തി സ്വരൂപം നമുക്കറിയാം. ശാംഭവി മുദ്രയിൽ പകുതി അടച്ച് പ്രപഞ്ചത്തിൽ നിന്ന് വിരക്തനായിട്ട് തന്റെ ഉള്ളിലിരിക്കുന്ന ആ മഹാശക്തിയെ ചിന്തിച്ചുകൊണ്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്. അപ്പോ ഇന്ന് നമ്മുടെ ഏറ്റവും തടസ്സം എന്ന് പറയുന്നത് അജ്ഞാനമാണ്. നമുക്ക് ഒന്നിനെ കുറിച്ചും അറിവില്ലായ്മയാണ്. വളരെയധികം ദുഷ്ടശക്തികൾ വ്യാജ കാര്യങ്ങൾ പ്രചരിപ്പിച്ച മലയാളികളെ വലച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. സത്യമിഥ്യകളെ തിരിച്ചറിയാത്ത മനുഷ്യൻ വിപത്തുക്കൾക്കിരയായിത്തീരുന്നു. അവർ അങ്ങനെ ജീവിതം നശിച്ച് അതിൽ നിന്ന് കയറാനാവാതെ ഈ ശരീരം ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്നു. നമ്മുടെ രക്ഷ അല്ലെങ്കിൽ നമ്മുടെ വിജയം നമ്മുടെ കുലദേവതയാണ്. നമ്മുടെ അനുഷ്ഠാന വിശ്വാസങ്ങളിൽ മുറുകെ പിടിക്കുക. സന്ധ്യാവന്ദനം, കുലദേവത പൂജ, സാധന, അനുഷ്ഠാനങ്ങളെല്ലാം തന്നെ മറ്റുള്ളവർ എന്ത് കളിയാക്കിയാലും തുടർന്നു കൊണ്ടുപോവുക. അത് മാത്രമാണ് നമ്മുടെ രക്ഷാ കവചം എന്ന് പറയുന്നത്. ധാർമ്മികമായിട്ട് ജീവിക്കുക, പ്രകൃതിയെ ആരാധിക്കുക, കുടുംബ മൂല്യങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക. ഇതെല്ലാം തന്നെ ആത്മചൈതന്യത്തെ വർദ്ധിക്കുന്ന കാര്യങ്ങളാണ്. സാധനാബലം കൂട്ടണം. നമ്മൾ എല്ലാവരും ഈശ്വരാംശങ്ങൾ തന്നെയാണ്. നമുക്ക് എപ്പോഴും ഒരു കോസ്മിക് എനർജി ബാലൻസ് ഉണ്ടായിരിക്കണം. കേരളത്തിൽ മാതൃസങ്കല്പത്തിന് വളരെ പ്രാധാന്യമുള്ളതാണ് അല്ലെ? അതുകൊണ്ട് ഈ കേരളത്തില് പലർക്കും സാക്ഷാൽ ഭദ്രകാളി തന്നെയാണ് കുലദേവതയായിട്ട് പറയപ്പെടുന്നത്. അമ്മ വഴിക്കുള്ള ആരാധന പെട്ടെന്ന് ഫലപ്രാപ്തി കൊടുക്കുന്നതാണ്. നമ്മൾ ഒരു വളരെ പ്രധാനപ്പെട്ട മന്ത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഇതാണ് കുലദേവത മന്ത്രമായിട്ട് പറയുന്നത്. ഇത് സാക്ഷാൽ ഭദ്രകാളി മന്ത്രമാണ്. കുലദേവത എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിന്റെ മണവും രക്തത്തിന്റെ ഉപ്പും ഉള്ള സ്നേഹാർദ്രമായിരിക്കുന്ന ഒരു ദേവതയാണ്. അതിനെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് അതിനെ ഇന്ന് പലരും മറന്നു പോകുന്നത്. സ്നേഹിക്കുന്നവരെ നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും ഇല്ലേ? ദുരിതങ്ങൾ വരുമ്പോൾ ജ്യോതിഷി പറയുമ്പോഴാണ് പലരും കുലദേവതയെ തിരക്കി ഇറങ്ങുന്നത് തന്നെ. നമ്മുടെ ഏതോ ഒരു പൂർവികമായ ഒരു അപ്പൂപ്പൻ തന്റെ സാധനയാകുന്ന സഗുണോപാസനയിലൂടെ തന്റെ ആത്മശക്തിയെ സ്വാംശീകരിച്ച് കുടിയിരുത്തിയിരിക്കുന്ന ചൈതന്യമാണ് ഈ കുടുംബ പരദേവത എന്ന് പറയുന്നത്. ഈ ദേവതയെ ആരാധിച്ചാൽ ഈ കുടുംബത്തിന് അഭിവൃദ്ധി ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. പണ്ടുള്ള കുടുംബക്ഷേത്രങ്ങളില് നമ്മൾ കാണാറുണ്ട് ഗുരു മന്ത്രമൂർത്തി, ബ്രഹ്മരക്ഷസ് എന്നൊക്കെ പറഞ്ഞ് പ്രധാനപ്പെട്ട ക്ഷേത്രത്തിന് ഉപക്ഷേത്രങ്ങളായിട്ട് ഇവയെല്ലാം കുടിയിരുത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. തന്റെ പൂർവികൻ ഉപയോഗിച്ചിരുന്ന വടിയോ പാതകങ്ങളോ ഒക്കെ അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അപ്പോ ആ ഒരു കുടുംബ ദേവത എന്ന് പറയുന്നത് തന്റെ ഏതോ ഒരു പൂർവികൻ, അച്ഛന്റെ അച്ഛനോ അമ്മയുടെ അച്ഛനോ അങ്ങനെയായിട്ടുള്ള നമ്മൾ കണ്ടിട്ടില്ലാത്തതായിരിക്കാം, അവര് സ്ഥാപിച്ച അവരുടെ ആചാര അനുഷ്ഠാനങ്ങളിലൂടെ അവരുടെ രീതി പിന്തുടർന്ന് സ്ഥാപിച്ചതാണ്. ഈ ദേവതയെ ആരാധിച്ചാൽ മാത്രമേ കുടുംബ അഭിവൃദ്ധി കൈവരിക്കാൻ സാധ്യമാകൂ. അപ്പൊ ഇതിന് എന്താണ് പ്രമാണം എന്ന് ചോദിച്ചാല് കേരളത്തിലെ ഏകദേശം ഒരു 70% പേരും അനുഭവം ഇത് സാക്ഷ്യപ്പെടുത്തുന്നു, ഞാൻ ഉൾപ്പെടെ. തറവാട് സ്വത്തിന്റെ ഉടമസ്ഥത കുടുംബ പരദേവതകൾക്കാണെന്ന് പറയാറുണ്ട്. ഇന്ന് സ്വത്ത് ഭാഗിച്ചെടുത്ത കുലപരദേവതയെ ഒഴിവാക്കി നമ്മൾ പറയാറുണ്ട് ആവാഹിച്ച് ഇന്ന സ്ഥലത്ത് കൊണ്ടിരുത്തി. അവരുടെ സ്വന്തമായിരിക്കുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ അവരെ ആവാഹിച്ച് കൊണ്ടുപോകണം എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അവർക്ക് ഒരു ചെറിയ മാടം കെട്ടി ഒരു വിളക്ക് വയ്ക്കാൻ നമ്മൾ ഇന്ന് തയ്യാറല്ല. അവരെ ആവാഹിച്ചുകൊണ്ട് ഏതെങ്കിലും ക്ഷേത്രത്തില് അവരെ ഏതാണ് സങ്കല്പം, ദുർഗയാണോ മഹാകാളിയാണോ
അല്ലെ, ഭദ്രയാണോ ഭുവനേശ്വരിയാണോ ഒന്നും അറിയാതെ ഏതെങ്കിലും മഹാക്ഷേത്രങ്ങളിൽ ലയിപ്പിച്ചു എന്ന് പറയുന്ന താന്ത്രികർ ഇല്ലെങ്കിൽ പൂജാരികൾ പറയുന്നത് വിശ്വസിച്ച് നമ്മൾ അവരെ അവിടെ കൊണ്ടിരുത്തി ആ സ്ഥലം വിറ്റ് കാശാക്കി നമ്മൾ ഈ നാട് വിട്ടുപോകുന്നു. അപ്പൊ ഈ സ്വത്ത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഭരദേവതയുടെ പേരിലായിരിക്കും ഈ സ്വത്ത് വെച്ചിരിക്കുക. നമ്മൾ മനുഷ്യരുടെ പേരിൽ വെച്ചിരിക്കുന്നു എന്ന് മാത്രം. എങ്കിലും അതിന്റെ ഉടമസ്ഥാവകാശം എപ്പോഴും കുടുംബ പരദേവതയ്ക്കാണ്. അപ്പോ ഈ കുടുംബ പരദേവതയെ ഒഴിവാക്കുമ്പോൾ ആ ദേവിക്കോ ദേവതയ്ക്കോ വേണ്ടതൊന്നും ചെയ്യാതിരിക്കുമ്പോൾ ആപത്തുകൾ ക്ഷണിച്ചു വരുത്തുന്നത് നമ്മൾ തന്നെയാണ്, അല്ലേ? കുലദേവതയെ അന്വേഷിച്ച് കണ്ടെത്തണം, അതിന് പരിശ്രമിക്കണം. കാരണം നമ്മുടെ രക്തബന്ധത്തിൽപ്പെട്ടതാണ് കുലദേവത. നിരീശ്വരവാദം, മിശ്രവിവാഹം, വിദേശവാസം തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് ഇന്ന് കുടുംബ ബന്ധങ്ങള്, ആരാധനാ സമ്പ്രദായങ്ങൾ എല്ലാം തന്നെ വികലമായി കഴിഞ്ഞിരിക്കുന്നു. കുലദേവത എന്ന വഴിയിൽ എന്തുകൊണ്ട് വേറെ എവിടെയും കാണാൻ സാധ്യമല്ല? കാരണം അതിന്ന് നമ്മുടെ ഹിന്ദുക്കളുടെ ഇടയിൽ, അല്ലെ, നമുക്ക് മലയാളികളുടെ ഇടയിൽ എന്ന് പറയാൻ പറ്റില്ല, ഹിന്ദുക്കളുടെ എല്ലാം, നോർത്ത് ഇന്ത്യൻസിന്റെ ഇടയിലും കുലദേവത വളരെ വളരെ, വൈഷ്ണവ സമ്പ്രദായമാണെങ്കിലും ശൈവം ശാക്തേയമാണെങ്കിലും അവരുടെ ഇടയിൽ കുലദേവതയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോ നമുക്ക് എത്തേണ്ട വഴി കാണിച്ചു തരേണ്ടത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന കുലദേവതയാണ്. അല്ലാതെ നമ്മളിന്ന് വഴിമാറി സഞ്ചരിച്ചു കഴിഞ്ഞാൽ, അവരെ മറന്നുപോയാൽ നമുക്ക് ഒരിടത്തും എത്തിച്ചേരാൻ സാധ്യമല്ല. കുലദേവത എന്ന് പറഞ്ഞാൽ ജനിതകമാണ്, അതായത് ജനറ്റിക് എന്ന് പറയും. നമ്മൾ നാരായണ ബലി ചെയ്യുമ്പോൾ സാധാരണ 21 തലമുറയ്ക്കാണ് ബലിയിടാറുള്ളത്. ആ പ്രേതാത്മാക്കൾക്കെല്ലാം സായുജ്യം കൊടുക്കുന്ന കർമ്മമാണ്. അപ്പൊ ഈ കുലദേവത 21 തലമുറയിലും അതിന്റെ പിന്നിലോട്ടും ജനിതകമായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കണം. അച്ഛനെയും അമ്മയും അവരുടെ അച്ഛനമ്മമാർക്കും നമുക്ക് ചിലപ്പോൾ നന്നായിട്ട് അറിയാം. അവരുടെ വംശവൃക്ഷത്തിന്റെ തലപ്പത്തിരിക്കുന്നവരെ നമ്മൾ അറിഞ്ഞെന്ന് ഇരിക്കില്ല. പക്ഷെ അങ്ങനെ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ നമുക്കത് നിഷേധിക്കാൻ പറ്റില്ല, അല്ലെ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു, അത് സത്യമാണ്. അവരാണ് കുലദേവന്മാരും കുലദേവികളും എന്നറിയപ്പെടുന്നത്. അവർക്ക് നമ്മളെ അറിയാം, നമുക്ക് അവരെ അറിയില്ല. അത്രയേ ഉള്ളൂ വ്യത്യാസം. നമ്മൾ അവരെ സ്മരിക്കുകയോ കാണുകയോ ചെയ്തില്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന വേദന, അതായത് നമുക്ക് ദുരിതമായിട്ട് മാറുന്നു എന്ന് പറയപ്പെടുന്നു. പിതൃക്കൾ, നമ്മുടെ മരിച്ച പൂർവികർ, കുലദേവത ഒക്കെ നമ്മളെ ഒരിക്കലും ശപിക്കില്ല. കാരണം അവരുടെ താപമാണ്, അവരുടെ ദുഃഖമാണ്, അവരുടെ മനസ്സ് ദുഃഖിക്കുന്നു എന്നുള്ള ആ ഒരൊറ്റ കാര്യമാണ് നമുക്ക് എന്താ പറയാ വിപത്തുക്കളായിട്ട് വന്നു ചേരുന്നത്. നമ്മുടെ ഇഷ്ടദേവത എന്ന് പറയുന്നത് നമ്മൾ അനേക ജന്മങ്ങളിൽ ആരാധിച്ച ദേവതയായിരിക്കും. പക്ഷേ ആ ഇഷ്ടദേവത നമ്മുടെ കുലദേവതയല്ല, അത് വ്യക്തിഗതമാണ്. കുലം എന്ന് പറഞ്ഞാൽ അനേക പാരമ്പര്യത്തിൽ നമ്മുടെ അച്ഛനപ്പൂപ്പന്മാര് ഒരു കുലത്തിൽ ജനിച്ച എല്ലാവരും ആരാധിച്ച ഒരു ദേവതയാണ്. നമ്മുടെ ഇഷ്ടദേവത നമ്മുടെ മാത്രമാണ്. നമ്മൾ അനേക ജന്മങ്ങളിൽ പൂജിച്ച, നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു ദേവതയായിരിക്കും നമ്മുടെ ഇഷ്ടദേവത എന്ന് പറയുന്നത്. പക്ഷെ ശരീരം എന്ന് പറഞ്ഞാൽ അമ്മയാണ്, അല്ലെ? ആത്മാവ് ശിവനാണ്. ശരീരം നമുക്കറിയാം, പഞ്ചഭൂത നിർമ്മിതമായിരിക്കുന്ന ശരീരം ദേവിയാണ്, പ്രകൃതിയാണ്, അല്ലെ? ഇതിനകത്തിരിക്കുന്ന ആത്മാവ് ശിവനും. ഇതിനെ രണ്ടിനെയും ചേർത്ത് നിർത്തുന്നത് വ്യൂഹിനി എന്ന് പറയുന്ന ഒരു വൈഷ്ണവ ശക്തിയാണ്. എപ്പോൾ ഈ ശക്തി പിടിവിട്ടോ അപ്പോൾ ശിവൻ ശരീരത്തെ വെടിഞ്ഞു പോകും, മരണം സംഭവിക്കും, ഉറപ്പാണ്. ഈ ശരീരത്തിലെ ഓരോ കോശവും വന്നിരിക്കുന്നത് നമ്മുടെ അച്ഛന്റെയും അമ്മയുടെയും ശരീരകോശങ്ങളിൽ നിന്നാണ്. അവർക്ക് അവരുടെ അച്ഛന്റെയും അമ്മയുടെയും കോശങ്ങളിൽ നിന്നാണ് ലഭിച്ചത്. അങ്ങനെ പുറകോട്ട് എത്ര വേണമെങ്കിലും നമുക്ക് പോകാം. അങ്ങനെ സൂര്യനിൽ വരെ എത്തിച്ചേരാം നമുക്ക്. ഭൂമി സൂര്യനിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്, അല്ലെ? അപ്പൊ പരമാത്മാവിൽ വരെ എത്തിയാലും ജൈവമായി വന്ന് നമ്മളിൽ എത്തുമ്പോൾ ഈ ശരീരം നമ്മുടേതല്ല, പല ശരീരങ്ങളുടെ ഒരു ആകെ തുകയാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാകും. ഇതിലിരിക്കുന്ന ചൈതന്യം എന്ന ജീവൻ ശരീരത്തിൽ ചില വിവരങ്ങൾ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മളെ പാരമ്പര്യം എന്ന് പറയുന്നത്. നമ്മൾ ചില രോഗങ്ങൾ പറയുമ്പോൾ പറയാറുണ്ട്, അല്ലെ? പ്രമേഹം പാരമ്പര്യമായിട്ട് വന്നതാണ്, അല്ലെ? മനോരോഗങ്ങള് പാരമ്പര്യമായിട്ട് വരാറുണ്ട്. നമ്മൾ പണ്ട് ഒരു വിവാഹം നോക്കുമ്പോൾ ഈ രോഗങ്ങള് പാരമ്പര്യം, അവിടെ ഏത് പരമ്പരയിലാണ് ഇത് അവിടെ പൂർവികന്മാർക്ക് ആർക്കെങ്കിലും ഇത് ഉണ്ടായിരുന്നോ എന്ന് അന്വേഷിക്കാറുണ്ട്. അപ്പൊ ചില രോഗങ്ങള് പരമ്പരയിലൂടെ വന്നു ചേരുന്നുണ്ട്. അതുപോലെ തന്നെ ചില കഴിവുകള്, പാട്ട് പാടാനുള്ള കഴിവ്, നൃത്തം ചെയ്യാനുള്ള കഴിവ്, ചിത്രകല, ഇതെല്ലാം പാരമ്പര്യമാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലേ? അപ്പൊ ഏത് ഗുണമാണെങ്കിലും നമ്മൾ പാരമ്പര്യമായിട്ട് കിട്ടിയതാണെന്ന് പറയാറുണ്ട്.
പിന്നെ എന്തുകൊണ്ടാണ് കുലദേവത നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്നു എന്ന് നമുക്ക് വിശ്വാസം വരാത്തത്? നമ്മളത് അറിയാത്തത് എന്തുകൊണ്ടാണ്? ശ്രീകൃഷ്ണ ഭഗവാൻ ശരീരത്തിലിരുന്നപ്പോ എല്ലാ കർമ്മങ്ങളും ചെയ്ത് കാണിച്ചു തന്ന ഒരാളായിരുന്നു. ഭഗവത്ഗീതയിൽ പറയുന്നു, സ്വന്തം ധർമ്മം നിന്ദ്യമാണെങ്കിലും അനുഷ്ഠിക്കുന്നതാണ് ശ്രേയസ്കരമെന്ന്. പരധർമ്മം അനുഷ്ഠിക്കരുത്, അത് ഭയം ജനിപ്പിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. തന്റെ കുലം കാലാകാലങ്ങളായിട്ട് അനുഷ്ഠിച്ചു വന്ന ഒന്നും ഉപേക്ഷിക്കാൻ പാടില്ല എന്നർത്ഥം. മറ്റുള്ള ആരാധനകളെ പലതും നമുക്ക് ആകർഷകമായി തോന്നാം, എങ്കിലും അവനവൻ്റേത് എത്ര കഷ്ടപ്പെട്ടാലും അനുഷ്ഠിച്ച് തന്നെ തീരണം. അത് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയില്ല, ഭഗവാൻ തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നിരിക്കുകയാണ്. ഗൃഹസ്ഥാശ്രമികളെ തീർച്ചയായും ഇതൊക്കെ അനുഷ്ഠിക്കണം. നമ്മുടെ കുലദേവതയുടെ മടിയിൽ ഇരുന്ന് വേണം നമ്മൾ അന്യദേവതാ പൂജകൾ ചെയ്യാൻ. ഒരു അമ്മയുടെ മടിയിൽ ഇരുന്ന് അമ്മയാണ് കുട്ടിക്ക് എല്ലാം കാണിച്ചു കൊടുക്കുന്നത്, ഇല്ലേ? അപ്പോ ഭൗതിക ഐശ്വര്യത്തിന് ഇത് അത്യന്താപേക്ഷിതമാണ്. സമ്പത്ത്, രോഗദുരിതം മാറൽ, ആധ്യാത്മിക പുരോഗതി എല്ലാം തരുന്നത് കുലദേവത ആരാധന കൊണ്ട് മാത്രമാണ്. പണ്ടത്തെ കൂട്ടുകുടുംബങ്ങളില് അല്ലെങ്കിൽ നമ്മുടെ തറവാടുകളില് ദേവത നമ്മോടൊപ്പമാണ് താമസിച്ചിരുന്നത്, ഇല്ലേ? ആ ഒരു വലിയ തറവാട്, തെക്കിനിയിലെ ഭഗവതി, മച്ചിലെ ഭഗവതി, നാഗപ്രതിഷ്ഠകള് സ്ഥിരമായി ഒരു കുടുംബത്തുണ്ടായിരുന്നു. സന്ധ്യാനാമം ചൊല്ലുക, വിളക്ക് വയ്ക്കുകയൊക്കെയുള്ള പാരമ്പര്യ അനുഷ്ഠാനങ്ങൾ എല്ലായിടത്തും ചെയ്തു പോന്നിരുന്നു, ഇല്ലേ? ഇന്ന് ദൈവങ്ങൾ എല്ലാം നമ്മൾ ക്ഷേത്രങ്ങളിലേക്ക് മാറ്റി. ഈശ്വരന് ആയിട്ട് പൂജാ സ്ഥലങ്ങൾ വീട്ടിൽ ചുരുങ്ങി വന്നു. കോണിക്കടിയിലോ ഒരു ഷെൽഫിലോ മറ്റോ വിളക്ക് കത്തിച്ചെങ്കിലായി, അല്ലെ? ഒരു ചെറിയ ദീപം അതില് കത്തിക്കുന്നതിൽ ഒതുങ്ങി ഇന്ന് നമ്മുടെ ആചാരങ്ങൾ. അങ്ങനെ വീടുകൾ തന്നെ ഏറ്റവും കൂടുതൽ പാപകർമ്മങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളായിട്ട് മാറി. കാരണം 24 മണിക്കൂറും നമ്മൾ കാണുന്ന ഒരു ദൃശ്യ മാധ്യമമുണ്ട്, ടെലിവിഷൻ എന്ന് പറയുന്നത്. അതിൽ കൂടെ വിഷം വമിപ്പിച്ചുകൊണ്ട് നമുക്ക് ദുഷ്ടവിചാരങ്ങള്, ദുഷ്ടപ്രേരണകള്, വിശ്വസിക്കാൻ പറ്റാത്ത കഥകളെല്ലാം നമ്മുടെ ഉള്ളിൽ അടിച്ചു കയറ്റി ആ ഈശ്വര സങ്കല്പം തന്നെ നമ്മുടെ ഗൃഹങ്ങളിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു. കാരണം ഏറ്റവും കൂടുതൽ പാപകർമ്മം നടക്കാൻ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന, നമ്മൾ എന്തിലാണോ ആസക്തരായിരിക്കുന്നത് അത് വെച്ചായിരിക്കും നമ്മുടെ മനസ്സ് പല തീരുമാനങ്ങളും എടുക്കുക, അല്ലെ? നമ്മളെ പ്രേരിപ്പിക്കുന്നത്. മരങ്ങളെയും ജലത്തെയും ഒക്കെ നമ്മൾ ഈശ്വരന്മാരായിട്ട് ആരാധിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഹിമാലയം എന്ന് പറയുമ്പോൾ, ഗംഗ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പുണ്യഭാവം ഉൾക്കൊണ്ടവരായിരുന്നു ഭാരതീയര്. ഇന്ന് മലയാളികള് തങ്ങളുടെ പൈതൃകത്തെ പുച്ഛിച്ചുകൊണ്ട് പാശ്ചാത്യ സംസ്കാരത്തിന്റെ ആ ഒരു നിഴലില് തന്റെ സ്വരൂപത്തെ അറിയാതെ നിഴലുകളായി ജീവിക്കുന്ന കാഴ്ചയാണ് എവിടെയും കാണാൻ സാധിക്കുന്നത്. മറ്റുള്ളവരുടെ മുമ്പിൽ എന്തൊക്കെയോ ആയിട്ട് അഭിനയിക്കുന്നു. തന്റെ തറവാടോ പേരോ ദേവിയോ ഒന്നും അറിയാത്തതായിട്ട് ഭാവിക്കുന്നു. സ്വന്തം അച്ഛനമ്മമാരെ മറക്കുന്നതിന് തുല്യമാണിത്. പണ്ട് കുലദേവതയുടെ മുമ്പിൽ വിളക്ക് തെളിയിച്ചു വെക്കുക, ആ നാഗങ്ങൾക്ക് നൂറും പാലും കൊടുക്കുക, ഇതെല്ലാം നടന്നു. എല്ലാ ഉത്സവങ്ങളും, ഒരു വർഷം പല ഉത്സവങ്ങളാണ് വീടുകളിൽ ആഘോഷിച്ചിരുന്നത്. ഇന്ന് ആചാര ലംഘനം നടത്തിയ തറവാടുകളെല്ലാം തന്നെ ഇന്ന് ക്ഷയിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, നമ്മൾ പറയാറുണ്ട് ക്ഷയിച്ച തറവാടെന്ന്. അവിടെ ഐശ്വര്യമില്ല, സമ്പദ് സമൃദ്ധിയില്ല, വംശ പരമ്പരയില്ല, കുട്ടികളില്ല. ആ ഒരു അനപത്യ ദുഃഖത്തിലാണ് ഇന്ന് പല തറവാടുകളും. എന്നാൽ അനുഷ്ഠാനങ്ങളുടെ ആ ഒരു എന്താ പറയാ ചെയ്യുന്ന തറവാടുകൾ ഇന്നും ചെറിയ ചില സ്ഥലങ്ങൾ, വടക്കോട്ടുള്ള ഭാഗങ്ങളിൽ ഈ പാലക്കാട് ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാം, ആചാരാനുഷ്ഠാനങ്ങളെല്ലാം തന്നെ ചെയ്തു പോകുന്ന സ്ഥലങ്ങളും ഉണ്ട്. നമ്മുടെ ആത്മ തേജസ്സിനെ വർദ്ധിപ്പിക്കുന്നതാണ് ഈ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം. കാരണം ജപിക്കുക, പൂജിക്കുക, ധ്യാനം, തപസ് എല്ലാം അനുഷ്ഠാനങ്ങളാണ്. എല്ലാം എന്താ പറയാ, നമ്മുടെ എല്ലാ ആചാര അനുഷ്ഠാനങ്ങൾക്കും ശാസ്ത്രീയമായ അടിസ്ഥാനങ്ങളും ഉണ്ട്. എല്ലാ പഴയ കുടുംബങ്ങളിലും വച്ചാരാധന, തങ്ങളുടെ ജനിതകങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ദേവതാ സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് തറവാടുകൾ പിരിഞ്ഞു, ഇല്ലേ? അണുകുടുംബങ്ങളായിട്ട് തീർന്നു. വിദ്യാഭ്യാസം ലഭിച്ച മക്കൾ ഇതിലൊന്നും താല്പര്യമില്ലാതായി, അവര് വിദേശത്തേക്ക് ചേക്കേറി. അങ്ങനെ കുടുംബങ്ങളിലും ഒരു എന്താ പറയാ പരമ്പര രോഗങ്ങള്, മനോരോഗങ്ങള്, ഇതെല്ലാം തന്നെ ഇന്ന് നിത്യസംഭവമായിട്ട് തീർന്നിരിക്കുകയാണ്. നമ്മൾ വളരെ ചെറിയ രീതിയിൽ ജലവും പൂവും ശുദ്ധിയോടെ അവരെ സങ്കല്പിച്ച് കൊടുത്താൽ പോലും സ്വന്തം മക്കൾ കൊടുക്കുന്നത് പോലെ അവർ സന്തോഷത്തോടെ സ്വീകരിക്കും. നമ്മളത് അറിയുന്നില്ലെന്ന് മാത്രം. കാരണം
വരും തലമുറയെ ഈ ദേവതകളെ അനുഗ്രഹിക്കണം, അല്ലേ? കാരണം അവരിന്ന് വിദേശത്താണെങ്കിലും പല പല ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. പലരും നാട്ടിൽ വന്ന് പൂജകൾ നടത്തി പോകാറുമുണ്ട്. അപ്പൊ അവർക്കിത് പറഞ്ഞു കൊടുക്കണം, അവരുടെ ദേവതകൾ ആരാണ്. അവർക്ക് അവിടെ ഇരുന്നു കൊണ്ട്, ഇല്ലേ, ആ ഒരു ദേവതകളെ അനുഗ്രഹിക്കുന്ന രീതിയിൽ കുറച്ച് ജലം തർപ്പിച്ചുകൊണ്ട്, അവരെ സ്മരിച്ചുകൊണ്ട്, ചെറിയ ഒരു നാമം ഉരുവിട്ടുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കാം. തീർച്ചയായിട്ടും ആ ദേവതകളെ പ്രസാദിക്കും, അവരെ അനുഗ്രഹിക്കുന്നുള്ളതിൽ സംശയമില്ലാത്ത കാര്യമാണ്. ശരീരം പിണ്ടം വെച്ച ഒരു സന്യാസിക്ക് മാത്രമേ ഇത് ചെയ്യേണ്ട ആവശ്യമില്ലാതെ ഉള്ളൂ. എന്നാൽ ശരീരത്തെ ഭോഗവസ്തുവായി വെച്ചിരിക്കുന്ന ഗൃഹസ്ഥാശ്രമികള് തങ്ങളുടെ ശരീരത്തിലെ നാഥനായിരിക്കുന്ന, അല്ലെ നാഥയായിരിക്കുന്ന കുലദേവതയെ തൃപ്തിപ്പെടുത്താതെ മുന്നോട്ട് കൊണ്ടുപോവാൻ സാധ്യമല്ല. എന്ത് കർമ്മങ്ങളുടെ ആരംഭവും മാതാപിതാ ഗുരു കുലദേവം ഇങ്ങനെയാണ് എല്ലാത്തിന്റെയും സങ്കല്പം. അച്ഛനമ്മമാരെ നോക്കാത്തവർ, പിതൃബലി ചെയ്യാത്തവർ, കുലദേവതയെ മാനിക്കാത്തവർ, ഇവർ ചെയ്യുന്ന മറ്റ് സത്കർമ്മങ്ങൾ ഒന്നും തന്നെ, ഇനി മറ്റു വലിയ ക്ഷേത്രങ്ങളിൽ പോയി ചെയ്യുന്ന കർമ്മങ്ങളായിക്കോട്ടെ, ഒന്നിനും ഉദ്ദേശിച്ച ഫലം ഉണ്ടാവില്ല, ഉദ്ദേശിച്ച ഫലം കിട്ടില്ല. പെറ്റമ്മയാണ് ശരീരത്തിലിരിക്കുന്ന കുലദേവത എന്ന് പറയുന്നത്. ഗണപതി ഭഗവാൻ, നാഗങ്ങൾ, ഇഷ്ടദേവത, പിന്നെയാണ് വരുന്നത് ഇവരെല്ലാം തന്നെ. അപ്പോ യജുർവേദ മന്ത്രം പറയുന്നു, സ്വന്തം കുലദേവതയെ അറിയാത്തവർ പാപികളാണ്, അവർക്ക് മോക്ഷം കിട്ടില്ല എന്ന് പറയുന്നു. ശരീരം പ്രകൃതിയാണ്. പല കുടുംബങ്ങളുടെയും പരദേവത ദേവിയാണ്. നമുക്ക് ദുർഗ, ഭദ്ര, ഭദ്രകാളി, രക്തേശ്വരി തുടങ്ങി പല ഭാവങ്ങളില് ദേവിയെ തന്നെയാണ് പൂജിക്കുന്നത്. പൂന്താനം തിരുമേനിയുടെ കുലദേവത തിരുമാന്താംകുന്നിൽ അമ്മയാണെന്ന് പറയാറുണ്ട്. നമുക്കറിയാം പൂന്താനം, അല്ലെ, ഗുരുവായൂരപ്പനെ ഉണ്ണിക്കണ്ണനായിട്ട് കണ്ട് തന്റെ ഇഷ്ടദേവത കൃഷ്ണനാണെങ്കിലും പൂന്താനം തന്റെ കുലദേവതയായിരിക്കുന്ന ആ ഭദ്രകാളിയെ ഒരിക്കലും വിട്ടിരുന്നില്ല. ആ അമ്മയെക്കുറിച്ച് ധാരാളം ശ്ലോകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോ ശരീരത്തിൽ ഇരുന്ന് ഇഷ്ടദേവതയിലേക്ക് നയിക്കുന്നത് ഈ പരദേവതയാണ്. ഗുരുവായൂരപ്പന്റെ പരദേവതയാണ് അവിടെ ഇരിക്കുന്ന ഇടത്തരികത്ത് കാവിലമ്മ. അഗ്നി ഭക്ഷിക്കുന്ന ഏക ദേവതാ സങ്കല്പമാണ് ഭഗവതി. അഴൽ നിവേദ്യം തന്റെ മക്കൾ, അതായത് ദുഃഖങ്ങളെയെല്ലാം, തന്റെ മക്കൾ കൊടുക്കുന്ന ദുഃഖങ്ങളെയെല്ലാം ഭക്ഷിച്ച് മക്കളെ രക്ഷിക്കുന്ന അമ്മയാണത്. ഗുരുവായൂരപ്പനെ ഉറക്കിയ ശേഷമാണ് അമ്മ ഉറങ്ങുന്നത്. ക്ഷേത്രമോടി കണ്ട് തിരുപ്പതിയോ മറ്റു മഹാക്ഷേത്രങ്ങളിലോ തീർത്ഥയാത്ര ചെയ്യുമ്പോൾ കുലദേവതയുടെ അനുവാദത്തോടും അനുഗ്രഹത്തോടും വേണം അത് ചെയ്യാൻ. സ്വന്തം അമ്മയെ നിന്ദിച്ചാൽ ഒരു മൂർത്തിയും ആ വ്യക്തിയെ അനുഗ്രഹിക്കില്ല എന്നുള്ള സത്യം നമ്മള് മലയാളികൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഒരു വീട്ടിൽ ഒരു വിവാഹം, പിറന്നാൾ ആഘോഷം, ചോറൂണ്, എന്തൊക്കെ വിശേഷങ്ങൾ വരുമ്പോഴും ഒന്ന് സ്മരിച്ചിട്ട് ഒരു നാക്കിലയില് ഒരു വിളക്ക് വെച്ച്, എന്തെങ്കിലും ഒരു നിവേദ്യം വെച്ച്, ഒരു വിളക്ക് വെച്ച്, കുറച്ച് ജലം വെച്ച് ആ കുലദേവതയെ പ്രാർത്ഥിച്ചാൽ അത് മതി അവര് തൃപ്തി അടയാൻ. ഇന്ന് നമ്മൾ അത് മറന്നു പോണു. ആ കുലദേവതയെ ഓർക്കാതെ ഏത് കർമ്മങ്ങൾ തുടങ്ങിയാലും അത് പൂർത്തീകരിക്കുന്നത് ഭംഗിയായിട്ടായിരിക്കില്ല. അപ്പൊ നമ്മള് ജനിച്ചപ്പോൾ മുതൽ നമ്മളെ അറിയുന്നവരാണ് ഈ കുലദേവതകൾ എന്ന് പറയുന്നത്. നമ്മളെ അനുഗ്രഹിക്കാൻ, നമ്മളൊന്ന് വിളിക്കാൻ കാത്തിരിക്കുന്നവരാണ് അവര്. അവരെ വിളിക്കാതെ അന്യരെ വിളിക്കുമ്പോൾ അവരുടെ ഹൃദയം ചുട്ടുപൊള്ളും, അല്ലേ? നമുക്ക് ദുഃഖങ്ങൾ വരുമ്പോൾ, കേസ്, അപകടം, ദാരിദ്ര്യം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോകുമ്പോഴാണ് അവര് പറയുന്നത് കുലദേവതാ പ്രീതി വരുത്തൂ. കുലദേവതകള് തൃപ്തരല്ല, അവരെ നന്നായി പരിപാലിക്കുന്നില്ല. അപ്പോഴാണ് നമ്മൾ കുലദേവത ആര് എന്ന് അന്വേഷിച്ച് നടക്കുന്നത്, ഇല്ലേ? അപ്പൊ നമുക്ക് കിട്ടുന്ന പല കഴിവുകളും, നമുക്കിന്ന് പാടാൻ കഴിവുണ്ടെങ്കിൽ, നൃത്തം ചെയ്യാൻ വാക് വൈഭവം ഉണ്ടെങ്കിൽ, ഇതൊക്കെ ജന്മസിദ്ധമായി നമുക്ക് തരുന്നത് ഈ ദേവതമാരാണ്. ശരീരശാസ്ത്രം നോക്കിയാല് ആ ദേവതയുടെ രൂപവുമായിട്ട് തന്നെ സാദൃശ്യമുണ്ടാകാം. നമ്മുടെ ഹൃദയപത്മത്തില് ജന്മനാ കുടികൊള്ളുന്ന ദേവതയെ ഉണർത്തിയാൽ കിട്ടാത്ത സൗഭാഗ്യങ്ങൾ ഒന്നും തന്നെ ഈ പ്രപഞ്ചത്തിലില്ല. സാധകനും ദേവതയും ഒന്നായി തീരും. ശങ്കര ഭഗവത്പാദരെ കാപാലികർ ആക്രമിക്കാൻ വന്നപ്പോൾ പത്മപാദർ നരസിംഹ രൂപമെടുത്ത് കൊന്ന ഒരു കഥയുണ്ട്. ഇതിന് കാരണം നരസിംഹം പത്മപാദരുടെ പരദേവത ആയതുകൊണ്ടാണ്. അഭീഷ്ടസിദ്ധിക്ക് പരദേവതാ പ്രീതിയാണ് ഏറ്റവും ആദ്യം വേണ്ടത്. ആ ഒരു ലൗകിക ഐശ്വര്യമാണ് എല്ലാവർക്കും വേണ്ടത്, ഇല്ലേ? അതിനുവേണ്ടി സ്വന്തം മക്കൾക്ക് എല്ലാം കൊടുക്കുന്നത് പോലെ എല്ലാം കൊടുക്കാൻ വേണ്ടി ഈ പരദേവത തന്നെയാണ് പല രൂപങ്ങളിൽ നമ്മളെ സഹായിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഇന്ന് പല പ്രശ്നങ്ങളില് ദേവതകൾക്ക് നേരിട്ട് ആ രൂപത്തിൽ വരാൻ പറ്റില്ല, നമുക്കത് കാണാനുള്ള കഴിവുമില്ല. നമ്മളെ പല പ്രശ്നങ്ങളിൽ നിന്നും പല രൂപത്തില് വക്കീലായിട്ട്, ഡോക്ടറായിട്ട്, അല്ലെ, സമൂഹത്തില് പല പല രീതിയില്
പല പല രൂപത്തിലൂടെ വന്ന് അവരിലൂടെ നമ്മുടെ പ്രശ്നങ്ങളെ തീർത്തു തരുന്നത് ഈ പരദേവത തന്നെയാണ്. പുതിയ ദേവതകളെ ഉപാസിച്ച് അനുഗ്രഹം നേടണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്, അല്ലേ? എന്നാൽ പൂർവികന്മാർ ഉപാസിച്ച് പുണ്യത്തിന്റെ ഒരു ഡെപ്പോസിറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എടുത്തു നടത്തുകയാണെങ്കിൽ നമുക്ക് എളുപ്പം ആ ഒരു അനുഗ്രഹം ലഭിക്കും. ഇപ്പൊ കാട്ടിന്റെ ഉള്ളിലൂടെ നമ്മൾ നടക്കുകയാണെങ്കിൽ ഒരു പുതിയ വഴി ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഉണ്ടായിരുന്ന ഒരു വഴി, കുറച്ച് ചെടിപടലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് വൃത്തിയാക്കി മുന്നോട്ട് പോകാൻ സമയം കുറച്ച് മതിയായിരിക്കും, അല്ലേ? പക്ഷേ മനുഷ്യായുസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. നമുക്ക് ഒരു പുതിയ ദേവതയെ എടുത്ത് ഉപാസിച്ച് സിദ്ധി വരുത്താൻ ചിലപ്പോൾ ഒരു മനുഷ്യ ജന്മത്തില് സാധിച്ചെന്നിരിക്കില്ല. ചോദിച്ചത് തരുന്നത് സ്വന്തം അമ്മ തന്നെയാണ്. നമ്മുടെ അപേക്ഷ കൊണ്ടല്ല പരദേവത നമ്മളെ അനുഗ്രഹിക്കുന്നത്. ആവശ്യം കണ്ടറിഞ്ഞ് നമുക്ക് വേണ്ടത് എന്താണെന്നറിഞ്ഞാണ് ആ അമ്മ നമുക്ക് തരുന്നത്. എന്തും കുലദേവതയെ പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ തുടങ്ങാൻ. സാക്ഷാൽ മഹാദേവനെ വിവാഹം ചെയ്യാൻ പോകുന്ന പാർവതിയോട് എന്താ പറയാ, പാർവതി ദേവിയുടെ അമ്മയായിരിക്കുന്ന മേനാദേവി പറയുന്നു, പരദേവതയെ പ്രാർത്ഥിച്ചിട്ട് പോകൂ, അല്ലേ? ആ ഒരു എന്താ പറയാ, പരദേവതയെ അർച്ചന ചെയ്യൂ. കുലപ്രതിഷ്ഠാഭ്യാം എന്നാണ് അമ്മ പറയുന്നത്. കാരണം നമ്മുടെ കുലദേവത, നമ്മളിവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന കുലദേവതയെ ആരാധിച്ചിട്ട് വേണം പോയി വിവാഹത്തില് പരമശിവൻ, നമുക്കറിയാം ജഗത് മാതാപിതാക്കളാണ്, അല്ലേ? സാക്ഷാൽ പരാശക്തി. ആ പാർവതി ദേവി പരാശക്തി തന്നെയാണ്. കാളിദാസന്റെ കുമാരസംഭവത്തിലാണ് ഇത് നടക്കുന്നത്. അപ്പൊ ആ അമ്മ പാർവതിയോട് സ്വന്തം കുലദേവതയായ പരാശക്തിയോട് പ്രാർത്ഥിക്കാൻ പറയുന്ന കാരണം എന്താ? ആ അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ പൂർണ്ണമായിരിക്കുന്ന കഠിന തപസ്സിലാണ് ശിവനെ നേടിയത് പാർവതി, അല്ലേ? ആ വിവാഹബന്ധം ആദ്യത്തെ ജന്മത്തിലെ സതിയായി ദേഹത്യാഗം ചെയ്യേണ്ടി വന്നു. ഇനിയുള്ള ബന്ധം, ആ വിവാഹം പൂർണ്ണമായിട്ട് മഹാദേവന്റെ ആ അർദ്ധനാരി ഭാവത്തിൽ ഇരിക്കാനാണ് ദേവി പോകുന്നത്. അതിനെന്ത് വേണം? ആ ഒരു പരാശക്തിയോട് പ്രാർത്ഥിക്കൂ. ജഗന്നാഥനായ സാക്ഷാൽ ശ്രീകൃഷ്ണനെ കിട്ടാൻ രുക്മിണി ദേവി പ്രാർത്ഥിച്ചത് കാത്യായനി ദേവിയോടാണ്. കാത്യായനി ദേവി രുക്മിണി ദേവിയുടെ പരദേവതയായിരുന്നു. അപ്പൊ പരദേവതയെ ആരാധിക്കാത്തവർ ചെയ്യുന്നത് ഗംഗയുടെ തീരത്ത് കിണർ കുഴിച്ച് ജലമെടുക്കുന്ന പോലെയാണെന്ന് പറയപ്പെടുന്നു. പത്തമ്മ ചമഞ്ഞാലും പെറ്റമ്മയാവില്ല എന്നൊരു ചൊല്ലുണ്ട്, അല്ലേ? അപ്പൊ തറവാട് ഐശ്വര്യപൂർണമാകാൻ, ആ ശ്രേയസ്കരമാകാൻ ഗൃഹസ്ഥാശ്രമം കൊണ്ട് ആ ഒരു ദൈവത്വം നേടണം. അതിന് തൻ്റെ ഉള്ളിലെ പരദേവതയെ, അതായത് ആ പരദേവതയെ തിരിച്ചറിയണം, എന്നും സ്മരിക്കണം. ഗ്രാമദേവതയെ, ദേശദേവതയെ ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. അവനവന്റെ തറവാടുകളിൽ എന്ത് ചെയ്തിരുന്നു അത് പിന്തുടരണം. ഏത് രാജ്യത്താണെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്ന ദേവതയ്ക്ക് ഒരിച്ചു വെള്ളം തർപ്പിച്ച് സ്മരിക്കാം, ഇല്ലേ? എന്തുകൊണ്ട് സാധ്യമല്ല? എത്ര സമയം വേണം അതിന്? ലോകത്തിന്റെ ഏത് കോണിലും നമ്മുടെ കൂടെ വന്ന പെറ്റമ്മയാണ് ഈ ദേവത. അമേരിക്കയിലാവട്ടെ, ഓസ്ട്രേലിയയിലാവട്ടെ, എവിടെയാണെങ്കിലും നമുക്കിത് ചെയ്യാം. ഈ സങ്കല്പം ചെയ്താൽ തീർച്ചയായിട്ടും പരദേവതയായിരിക്കുന്ന അമ്മ നമ്മളെ അനുഗ്രഹിക്കാതിരിക്കില്ല. കുറച്ച് ജലമെടുക്കുക. രാവിലെ ഉണർന്ന് എണീറ്റ് കഴിഞ്ഞിട്ട് പരദേവതയായിരിക്കുന്ന അല്ലയോ അമ്മേ, എത്ര തലമുറകളിലൂടെ എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ വന്നു ചേർന്നിട്ടുള്ള അവിടത്തേക്കായി നമസ്കാരം. എന്നിൽ പ്രസാദിക്കണേ, എൻ്റെ തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കണേ. ഞാൻ കഴിക്കുന്ന ഭക്ഷണം, എൻ്റെ സന്തോഷങ്ങളെല്ലാം ഞാനിതാ അവിടത്തേക്കായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ദേവിക്ക് നമ്മുടെ ഇരിക്കുന്ന ദേവതയായിട്ട് സങ്കല്പിച്ച് ജലം കുടിക്കാം, ജലം പുറത്ത് തർപ്പിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. സാധാരണഗതിയിൽ ഒരു പ്രാർത്ഥന നമ്മൾ ചൊല്ലാറുണ്ട്. ഞാൻ അത് പറയുകയാണ്, കാരണം ഇത് നമ്മുടെ ഒരു കുലദേവത പ്രാർത്ഥനയായിട്ട് എടുക്കാറുണ്ട്. സ്വാത്മദേഹിനാം സർവകാമഫലപ്രദാം വംശരക്ഷാകരീം ഗോത്രദേവീം ത്വാം പ്രണമാമ്യഹം. ഇത് ഒരു എന്താ പറയാ, കുലദേവത പ്രാർത്ഥനയായിട്ട് എന്നും ചൊല്ലാവുന്നതാണ്. പിന്നെ ശോണപ്രഭം സോമകലാവതംസം പാണിസ്ഫുരത് പഞ്ചശരേക്ഷു ചാപം പ്രാണപ്രിയം നൗമി പിനാകപാണി കോണത്രയസ്ഥം കുലദേവതം നമ. കാരണം നമ്മുടെ വംശപരമ്പര തുടങ്ങുന്നതും അവസാനിക്കുന്നതും സാക്ഷാൽ ജഗത് മാതാപിതാക്കളായ ശിവശക്തിയിലാണ്. ആ സത്യം നമ്മൾ മറക്കരുത്. ദിവസം ഒരു നേരമെങ്കിലും ഇത് ചെയ്താൽ നമ്മളിലെ ആ ദേവൻ, അല്ലെങ്കിൽ ആ ദേവത പ്രകാശിക്കും. ദുഃഖ നിവാരണം, രോഗമുക്തിയൊക്കെ തനിയെ വന്നു ചേരും. നമ്മളത് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ പറയാറുണ്ട്, പരദേവതയാണോ ഭരദേവതയാണോ? ഭരദേവതയാണെങ്കിൽ ഭരിക്കുന്ന ദേവത എന്നൊരു അർത്ഥമുണ്ട്. പരദേവത അല്ലെങ്കിൽ ധർമ്മദൈവം എല്ലാം കുലദേവത തന്നെയാണ്. വംശത്തിനെ രക്ഷിച്ചാൽ അത് പരദേവതയും കുടുംബദേവതയുമാണ്. പ്രദേശത്തെ രക്ഷിച്ചാൽ അത് ഗ്രാമദേവത, ദേശത്തെ രക്ഷിച്ചാൽ അത് ദേശദേവത. അപ്പൊ കുലദേവത കുലത്തെ രക്ഷിക്കുന്നത്, ധർമ്മദേവത എന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ ധർമ്മങ്ങളെ സംരക്ഷിക്കുന്ന എന്നൊരർത്ഥമുണ്ട്.
നമ്മളെ പണ്ടത്തെ കാലത്തെ വൈദ്യവൃത്തിയൊക്കെ ഉള്ളവർക്ക് പ്രത്യേകിച്ച് ധർമ്മദേവത ഉണ്ടായിരുന്നു. കാരണം അവരൊരു ധർമ്മമാണ് ചെയ്യുന്നത്, മറ്റുള്ളവരെ രക്ഷിക്കുക അല്ലെ. ആയുർവേദ ചികിത്സയൊക്കെ നടത്തുന്നവർക്ക് ധർമ്മദൈവങ്ങളുണ്ട്, ധർമ്മത്തെ പരിപാലിക്കുന്നത്. അപ്പൊ കേരളത്തിൽ എല്ലാത്തിന്റെയും മൂലസ്ഥാനം എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ അമ്മയാണ് നമ്മൾ മൂലപ്രകൃതിയായിട്ട് കാണുന്നത്. ബാക്കിയൊക്കെ അവിടെ നിന്ന് ആവാഹിച്ചു കൊണ്ടുപോയ ഭദ്രകാളി സങ്കല്പങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ, കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതി എന്ന് പറയുന്നത്. ഈ കാണുന്ന 13 കാവുകള്, നമ്മുടെ കേരളത്തിൽ കാണുന്ന 13 കാവുകളും ഭദ്രകാളി സങ്കല്പം തന്നെയാണ്. ഇനി നമ്മുടെ ശരീരത്തെ നോക്കിയാൽ എല്ലാ ദേവതകളും ഇരിക്കുന്നത് ശരീരത്തിലാണെന്ന് അറിയാം. അഭിനവ ഗുപ്തപാദർ സർവദേവ ദേവത ദേഹസ്ഥ ചക്രസ്തോത്രം എന്ന് പറയുന്ന ഒരു സ്തോത്രമുണ്ട്. അതിൽ പറയുന്നു നമ്മുടെ ശരീരത്തിലാണ് എല്ലാ ദേവതകളും ഇരിക്കുന്നതെന്ന്. അപ്പൊ ഇതില് കുലം എന്ന വാക്കിന്റെ അർത്ഥം പറയുകയാണെങ്കിൽ, ശരീരത്തില് പറയുകയാണെങ്കിൽ, തന്ത്രശാസ്ത്ര പ്രകാരം പറയുകയാണെങ്കിൽ മൂലാധാരത്തിൽ ഇരിക്കുന്നത് ലകാരം ഇല്ലേ, ലം എന്നുള്ള ശബ്ദം കൊണ്ടും കാ ശബ്ദം കൊണ്ട് സഹസ്രാരവും പറയാറുണ്ട്. ഇതിന്റെ ഇടയിലുള്ള സുഷുമ്നയിലൂടെയുള്ള സഞ്ചാരം, അതിനെയാണ് നമ്മൾ കുലപഥം എന്ന് പറയുന്നത് അല്ലെ. അതിന്റെ ദേവതയാണ്, അതായത് നമ്മുടെ ശരീരത്തിലിരിക്കുന്ന കുലദേവത ഇതിന്റെ ദേവതയാണെന്ന് തന്ത്രശാസ്ത്രം പറയുന്നു. അപ്പൊ ലകാരം എന്ന് പറയുന്ന ഭൂമി തത്വം മൂലാധാരത്തിലും, കകാരം എന്ന് പറയുന്നത് ആ സഹസ്രാരത്തിലിരിക്കുന്ന ശിവനുമാണ്, കുലവും അകുലവും അല്ലെ. അപ്പോ ഇനി നമ്മൾ ചോദിക്കാറുണ്ട്, നമുക്ക് കുലദേവതയെ നോക്കേണ്ടത് അച്ഛൻ വഴിയാണോ അമ്മ വഴിയാണോ കുലദേവത ആരാധന നടത്തേണ്ടതെന്നുള്ള ചോദ്യത്തിന് പൂർവികരായിട്ട് പ്രത്യേകം അതിനൊരു ഒരു പ്രമാണങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടില്ല. കാരണം രണ്ടിനും പ്രസക്തിയുണ്ട് ഒരുപോലെ തന്നെ. ജാതകം നോക്കി പരദേവതയെ കണ്ടുപിടിക്കാൻ സാധ്യമല്ല. ഇനി കേരളത്തിലെ ദേവപ്രശ്നം അഥവാ ഈ അഷ്ടമംഗല്യ പ്രശ്നം വെച്ച് നോക്കിയാൽ പരദേവതയെ അറിയാൻ സാധിക്കും. പക്ഷെ ധനമോഹമില്ലാത്ത ഉപാസനയുള്ള ഒരു ജ്യോതിഷി തന്നെയായിരിക്കണം അത് നോക്കുന്നത്. 4-ാം ഭാവം അമ്മ വഴിയും 9-ാം ഭാവം അച്ഛൻ വഴിയുള്ള ദേവതയും നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ കഴിയും. പണ്ട് എങ്ങനെയാണോ പാരമ്പര്യമായി ചെയ്തിരുന്നത്, വൈദികമായിട്ടാണെങ്കിലും താന്ത്രികമായിട്ടാണെങ്കിലും, എന്താണ് ആ ദേവതയെ സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്നത്, അതേ രീതിയിൽ തന്നെ പിൻതലമുറക്കാര് അത് ആചരിക്കേണ്ടതാണ്. ധർമ്മദൈവം പ്രസാദിച്ചാൽ തളിർപ്പൂ തറവാടുകൾ എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പോ രണ്ട് വഴികളില്, അതായത് അമ്മയുടെ വഴിയിലുള്ള ദേവതയും അച്ഛന്റെ വഴിയിലുള്ള ദേവതയും നമുക്ക് തീർച്ചയായിട്ടും ആരാധിക്കാം. ഇന്ന് കാണുന്ന ദുർമരണങ്ങള്, ദാമ്പത്യ പ്രശ്നങ്ങള്, ധനനഷ്ടങ്ങള്, മനോരോഗങ്ങൾ എല്ലാം തന്നെ ഈ കുലദേവത ആരാധന കൊണ്ട്, പൂർണ്ണമായ വിശ്വാസത്തോടെ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് പരിഹരിക്കാൻ സാധിക്കും, ഉറപ്പാണ്. ഇനി കുലദേവതയെ അറിയാൻ ഒരു മാർഗവും ഇല്ലെങ്കിൽ സാക്ഷാൽ പരാശക്തിയെ, മൂലാധാരിക നിലയ അല്ലെ, നമ്മളെ കുണ്ടലിനി ശക്തിയായിട്ട് നമ്മളെ മൂലാധാരത്തിൽ ഇരിക്കുന്ന ശക്തി, അതിനെ തന്നെ പരദേവതയായിട്ട് ആരാധിക്കാം. അപ്പൊ ഈ മഹീധരന്റെ മന്ത്രം മഹോദതിയിൽ പറയുന്നു, മൂലാധാരസ്ഥിതാം ദേവി കുണ്ടലിനിയും പരദേവതാം വിസുതന്തു തനീയസ്യാം വിദ്യുത് പ്രഭാം ത്യായേത് സമാഹിതാം. അപ്പൊ മൂലാധാര സ്ഥിതിയായിരിക്കുന്ന കുണ്ടലിനി, ആ കുണ്ടലിനിയെ ഏകാഗ്രചിത്തനായി ധ്യാനിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കുണ്ടലിനി തന്നെയാണ് പരദേവത എന്ന് പറയപ്പെടുന്നു. നമ്മുടെ പൂർവികരുടെ ശരീരത്തിലെ കുണ്ടലിനി തന്നെയാണ് മക്കളുടെ മക്കളിലൂടെ നമ്മളിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതാണ് വാസ്തവം. അപ്പൊ അതിനെ ഉണർത്തിയാൽ സഹസ്രാരത്തിലെ അച്ഛനായിരിക്കുന്ന ശിവനെ വേഗത്തിൽ അടയാം എന്ന് പറയപ്പെടുന്നുണ്ട്. ഇനി കൗളാചാരവും കുലാചാരവും ഒരിക്കലും ഒന്നല്ല, രണ്ടും രണ്ട് ശബ്ദങ്ങൾ തന്നെയാണ്. ഒരിക്കലും അത് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട രണ്ട് ആചാരങ്ങളാണ് കൗളാചാരവും കുലാചാരവും. കാരണം കൗളമാർഗം എന്ന് പറഞ്ഞാൽ മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള മാർഗത്തെയാണ് നമ്മൾ കൗളമാർഗം എന്ന് പറയുന്നത്. ശിവൻ അഥവാ സദാശിവൻ എന്ന ആദി ഗുരുവിൽ തുടങ്ങി ആ ഒരു എന്താ പറയാ നിശ്ചയിക്കുന്ന ഗുരുപരമ്പര, ആ പരമ്പരകളിലൂടെ വരുന്ന ഒരു മോക്ഷവിദ്യ, അതിനെ നമ്മൾ ശ്രീവിദ്യ എന്നാണ് പറയുന്നത്. ഇത് കുടുംബം വഴി വരുന്നതല്ല, ഒരിക്കലും കുടുംബ വഴി ഇത് വരാറില്ല. ആചാര്യൻ ഗുരുപരമ്പരകളിലൂടെ ശിവനിൽ നിന്ന് വരുന്നു. അതുകൊണ്ടാണ് നമ്മൾ സ്വസ്തി ശിവാഭ്യാം ഗുരുഭ്യോ നമ എന്ന് പറയുന്നത്. ആ സദാശിവനിൽ തുടങ്ങി സദാശിവ സമാരംഭം എന്ന് പറയുന്ന അതിൽ തുടങ്ങി തന്റെ സ്വഗുരു വരെ നിൽക്കുന്ന ഒരു പരമ്പരയാണിത്. അപ്പൊ ഇതാണ് കൗളമാർഗം എന്ന് പറയുന്നത്. എന്നാൽ കുലാചാരം എന്ന് പറഞ്ഞാൽ കാരണവന്മാരിൽ നിന്ന് നമ്മുടെ തലമുറകളായിട്ട് കൈമാറി വരുന്നതാണ്. അപ്പൊ കുലത്തിൽ കൂടി വരുന്നത്, അതാണ് കുലാചാരം.
കൗളം എന്നാല് ധർമ്മം, ആ ഒരു ധാർമ്മികമാണത്. കുലാചാരത്തിന്റെ കുലാചാരത്തില് മദ്യമാംസങ്ങൾ ചേർന്നുള്ള പഞ്ചമകാര പൂജ ഉണ്ടാവണമെന്നില്ല. കാരണം അത് വംശപരമ്പരയാണ്. എന്നാൽ കൗളമാർഗത്തില് തീർച്ചയായിട്ടും പഞ്ചമകാര പൂജയുണ്ട്. അപ്പോ കുളം എന്നാൽ ശരീരത്തിലെ സുഷുമ്നാ നാഡി എന്ന് അർത്ഥമെടുക്കണം. താന്ത്രിക പ്രാധാന്യമുള്ള കാര്യമാണിത്. കുളം, കുലം, ഇത് രണ്ടും ശരിയാണ്. ലകാരം ലകാരം രണ്ടും മാറ്റി പറയുന്നെങ്കിലും അർത്ഥം ഒന്ന് തന്നെയാണ്. അപ്പൊ അതിനെ സംബന്ധിച്ചതിനെയാണ് നമ്മളെ കൗളന്മാർ അല്ലെങ്കിൽ കൗളമാർഗം, അത് ഉപാസിക്കുന്നവരെ കൗളന്മാർ എന്ന് പറയുന്നു. നമുക്കറിയാം ലളിതാ സഹസ്രനാമം പറയുന്നത് അല്ലെ, മൂലമന്ത്രാത്മിക, മൂലകൂടത്രയ കളേബര, കുളാമൃതൈക രസിക, കുലസങ്കേത പാലിനി, കുലാംഗന, കുലാന്തസ്ഥ, കൗളിനി, കുളയോഗിനി, കുളകുണ്ടാലയ, കൗളമാർഗ തത്പര സേവിത. ഇതൊക്കെ എന്താ നമുക്ക് കാണിച്ചു തരുന്നത്? ഇങ്ങനെ ഒരു മാർഗം, ഒരു മോക്ഷമാർഗം നമ്മുടെ ശരീരത്തിനകത്തിരിക്കുന്ന ദേവിയെ ഉപാസിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ലളിതാ സഹസ്രനാമം ഇതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മുടെ DNA എന്താണെന്ന് കാണിക്കുന്നതാണ് ഈ കൗളമാർഗം. അതായത് ആ ഒരു കുലപരദേവത നമ്മുടെ DNA ബന്ധപ്പെടുന്നു. എന്നാൽ ഈ DNA വരുന്ന അശുദ്ധികളെല്ലാം കളഞ്ഞുകൊണ്ട് മന്ത്രജപത്തിലൂടെ ശുദ്ധമാക്കി നമ്മുടെ കുണ്ടലിനിയെ ഉണർത്തി നമുക്ക് സുഷുമ്ന മാർഗം വഴി, കുളമാർഗം വഴി, കുലപഥത്തിലൂടെ ആ കുലാംഗനയായിരിക്കുന്ന ശക്തിയെ നമുക്ക് സഹസ്രാരത്തിൽ എത്തിച്ച് ശിവപദത്തിൽ എത്തിച്ച് സായുജ്യം നേടാം. ഇതാണ് കൗളമാർഗം. നമ്മുടെ പൈതൃകം, മാതൃകം ഒക്കെ തിരിച്ചു ലഭിക്കാൻ കുലദേവതയെ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. നമ്മുടെ മനോബലം കൂടും. കൗളമാർഗത്തില് പൂജിക്കുന്ന ദേവിയും സാധകനും ഒന്നാകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ കുലാചാരം എന്ന് പറയുന്നത് ദേവി ദേവത ദേഹത്തിലാണ് ഇരിക്കുന്നതെങ്കിലും അവിടത്തേക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അപ്പൊ വൈദികമാണ് എങ്കിൽ വൈദിക രീതിയിൽ ആ ഒരു പരമ്പരയായി ചെയ്തു വന്നിരുന്ന രീതിയിൽ തന്നെ ചെയ്യണം ആരാധനകളെല്ലാം തന്നെ. കൗളമാർഗം എന്ന ശ്രീവിദ്യ അർഹതയുള്ളവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. കൗളമാർഗം മോക്ഷവും കുലാചാരം ധർമ്മം നിലനിർത്താനുള്ള ആണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞുകൊള്ളണം. ഏത് മനുഷ്യന്റെയും മോക്ഷം എന്ന പദം ഈശ്വരന്റെ ആ നിർഗുണ സ്വരൂപത്തിൽ എത്താനാണ്, അല്ലെ? അതുകൊണ്ട് നമ്മൾ ഈ ഒരു നാമരൂപങ്ങളെ കൽപ്പിച്ചിരിക്കുന്നത് നമുക്ക് ആ വഴികൾ മാത്രമാണ്. സാധാരണക്കാരന് നാമരൂപങ്ങളിലൂടെ മാത്രമേ ഈ തത്വം മനസ്സിലാകുകയുള്ളൂ. ഒരു തലം കഴിഞ്ഞാൽ പരദേവതയും പരബ്രഹ്മവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല, ഉണ്ടാകില്ല. അതിലെത്തണം, അത്രയും മാത്രം. അപ്പൊ നമ്മളും പരദേവതയും ആ പരബ്രഹ്മത്തിൽ ലയിക്കുന്നതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത്. ഇപ്പൊ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശരീരമാണ്, അല്ലെ? അവിടെ നമ്മുടെ ശരീരത്തെയാണ് നമ്മൾ ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോ ക്ഷേത്രത്തില് ഗർഭഗൃഹത്തിലിരിക്കുന്ന വിഗ്രഹമാണ് ഭഗവാന്റെ ആത്മാവ്. നമ്മുടെ ഉള്ളില് നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ആത്മാവിനെയാണ് നമ്മൾ വിഗ്രഹം. നമ്മുടെ ആ ഒരു തത്വം ക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിലെ പ്രതിഷ്ഠയ്ക്കാണ് ദീപാരാധന കൊടുക്കുന്നത്, അല്ലെ? ആ ഉപചാരങ്ങൾ കൊടുക്കുന്നത്. നമ്മൾ ആത്മപൂജ ചെയ്യുമ്പോൾ ഈ ഉപചാരങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരന് കൊടുക്കുന്നു. അപ്പോ അന്യമന്ത്ര യജന ദോഷം എന്നുള്ളത് ക്ഷേത്രത്തിൽ സംഭവിക്കാറുണ്ട്. അതിനൊക്കെ നമ്മൾ കലശപൂജകൾ ചെയ്യാറുണ്ട്. അതുപോലെ നമ്മൾ പൂജിക്കുന്ന ദേവത നമ്മുടെ ഉള്ളില്, നമ്മുടെ സങ്കല്പത്തില്, നമ്മുടെ നാമരൂപ സങ്കല്പങ്ങളെല്ലാം തന്നെ നമ്മളത് ചെയ്യുന്നതാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ. അത് നമ്മുടെ ആത്മാവ് തന്നെയാണ്. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. നമ്മൾ കൊടുക്കുന്ന സങ്കല്പത്തിൽ തന്നെയായിരിക്കണം പൂജ ചെയ്യുന്നത്. കുലദേവതയെ കുലം പൂജിച്ചിരുന്ന, നമ്മുടെ പൂർവികർ പൂജിച്ചിരുന്ന അതേ രീതിയിൽ അവിടെ നമുക്കൊന്നും മാറ്റാൻ പാടില്ല. അന്യമന്ത്ര യജന ദോഷം എന്ന് പറഞ്ഞാൽ ഒരു ദേവതയുടെ മുമ്പിൽ വേറൊരു ദേവതയുടെ മന്ത്രം ജപിക്കുക എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ കുലദേവതയുടെ ആ ആചാരാനുഷ്ഠാനങ്ങള്, ആ ബാഹ്യ രൂപം ഒന്നും മാറ്റാൻ പാടില്ല. കാരണം എന്താ? അത് അംഗങ്ങൾക്ക് ഭംഗം വരും. അതിന്റെ ദോഷങ്ങളും നമുക്ക് വന്നു ചേരും. അപ്പോ ഇനി പരദേവതയെ എത്ര അന്വേഷിച്ചിട്ടും അറിയാൻ സാധിച്ചില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? കേരളത്തിന്റെ അടിസ്ഥാന ദേവതാ സങ്കല്പം ഭദ്രകാളിയാണെന്ന് നമ്മൾ കണ്ടു, ഇല്ലേ? കൊടുങ്ങല്ലൂർ അമ്മയാണ്. അതുകൊണ്ട് വർഷത്തിലൊരിക്കൽ നമുക്ക് അവിടെ പോയി തൊഴാം. ഇതൊരു പരിഹാരമായിട്ട് എടുക്കാം. ശാക്തേയം, ശൈവം, വൈഷ്ണവം എന്ന് 3 എണ്ണമാണ് പ്രധാനമായിട്ടുള്ളത്. ദുർഗാ സങ്കല്പത്തിലാണെങ്കിൽ മൂകാംബികയിൽ ദർശനം നടത്താം. ഇല്ലെങ്കിൽ സ്വന്തം ഗൃഹത്തിൽ വൈകുന്നേരം ഒരു ചെറിയ വിളക്ക്, ഒരു നെയ്വിളക്ക് കത്തിച്ചു വെച്ച്, ഒരു ഓട്ടുവിളക്കില് നെയ്യ് ഒഴിച്ച് കത്തിച്ച് തന്റെ ഭരദേവതയ്ക്കാണെന്ന് സങ്കല്പിച്ച് വെക്കാം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഒരു ഞായറാഴ്ച ഇത് ചെയ്താൽ വളരെ നല്ലതാണ്. അപ്പൊ നിത്യം രാവിലെ ഉണരുമ്പോൾ മറ്റു ദേവതകളെ സ്മരിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ പരദേവതയെ സ്മരിക്കണം. കുടുംബ ക്ഷേത്രങ്ങളിലെ വിശേഷങ്ങൾ നടക്കുമ്പോൾ
നമ്മൾ വിളിക്കാതെ പോയി പങ്കെടുക്കണം. അവനവന് പറ്റുന്ന രീതിയിൽ ധനസഹായങ്ങൾ ചെയ്യണം. പരദേവത പ്രീതി കൊണ്ട് ഇല്ലാതിരിക്കുക, വംശം അന്യം നിന്ന് പോവുക, തുടങ്ങിയ എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും. മറ്റുള്ളവർ നമുക്ക് ചെയ്യുന്ന ദുർമന്ത്രവാദങ്ങൾ അല്ലെങ്കിൽ ആഭിചാര ദോഷങ്ങളൊക്കെ കുലദേവതാ പ്രീതി ഉണ്ടെങ്കിൽ തീർച്ചയായും അത് നമുക്ക് ഏൽക്കില്ല. ഒരു പെറ്റമ്മയെ പോലെ തന്റെ മക്കളെ അത് കാത്തുരക്ഷിക്കും. അപ്പൊ നമ്മുടെ രക്ഷാസ്ഥാനം എന്ന് പറയുന്നത് പരദേവതയാണ്, അല്ലെ? കർണന്റെ കവച കുണ്ടലങ്ങൾ എങ്ങനെയാണോ കർണനെ രക്ഷിച്ചത്, എപ്പോഴാണോ അത് മാറ്റിയപ്പോൾ മരണം സംഭവിച്ചത്, അതുപോലെ നമ്മുടെ രക്ഷാ കവചം എന്ന് പറയുന്നത് നമ്മുടെ പരദേവതയാണ്. ഭൗതിക ജീവിതത്തിലും ഉപാസനയിലും വിഘ്നങ്ങൾ ഉണ്ടാകാറുണ്ട് നമുക്കില്ലേ? ഭൗതിക ജീവിതത്തിൽ വരുന്നതിന്റെ 10 ഇരട്ടിയായിരിക്കും നമ്മുടെ ഉപാസനാ മാർഗത്തിൽ വരുന്ന തടസ്സങ്ങൾ. അപ്പൊ കുലദേവത ഇല്ലാതെയാണ് നമ്മളെ ഉപാസന, കുലദേവതയെ ഭജിക്കാതെയാണ് ഉപാസനാ മാർഗത്തിൽ പ്രവേശിച്ചെങ്കിൽ തീർച്ചയായും അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ തടസ്സങ്ങൾ ഉണ്ടാകുന്നത്. കുലദേവത ഇല്ലാത്ത രാജ്യങ്ങളൊന്നും ഇല്ല. എല്ലാ രാജ്യങ്ങളിലും അവരുടേതായിട്ടുള്ള ഓരോ സങ്കല്പങ്ങൾ ഉണ്ടാവും. ഇപ്പൊ കുലദേവികൾ സാധാരണ അമ്മ വഴി വരുന്ന, അതായത് മരുമക്കത്തായ സമ്പ്രദായങ്ങളിലാണ് പ്രധാനം. വേഗം അനുഗ്രഹം ലഭിക്കുന്നത് ദേവിമാരിൽ നിന്നാണ്. നല്ല കുടുംബം, കുട്ടികളൊക്കെ ഉണ്ടായി വരും. നിത്യവും ശ്രീ കുലദേവതായ നമ എന്ന് 7 പ്രാവശ്യമെങ്കിലും വൈകുന്നേരങ്ങളിൽ ജപിക്കുക, അല്ലെങ്കിൽ രാവിലെ ജപിക്കുക. അപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും പബ്ലിക്കായിട്ട് മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക. ധനസഹായം ചെയ്തതും പുനരുദ്ധാരണം നടത്തിയ ക്ഷേത്രങ്ങളും ഒന്നും പ്രദർശിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം തന്റെ ആത്മാവിന്റെ ഭാഗമാണ് ദേവത. അതിനെ സ്മരിച്ച് മൗനമായി എല്ലാ ആ പാദങ്ങളിൽ വെച്ച് ശരണാഗതി ചെയ്യുക. നമ്മളൊക്കെ ഭഗവാനിൽ നിന്ന് വന്ന ഓരോ തുള്ളികൾ മാത്രമാണ്, അല്ലെ? അവിടെ ചെന്ന് ചേരുക എന്നതാണ് ലക്ഷ്യം. കടലിൽ ലയിച്ച് ജലത്തുള്ളികൾ കടലായി തീരുന്ന അവസ്ഥയാണ് നമ്മൾ ഓരോരുത്തരും. അതായത് ഒരു യോഗിക്ക് അല്ലെങ്കിൽ ഒരു ഭക്തന് ലഭിക്കുന്ന പരമമായ അവസ്ഥ എന്ന് പറയുന്നത് എന്താ? നമ്മള് ആ പരബ്രഹ്മ തത്വത്തിൽ ലയിച്ച് മോക്ഷം എന്നുള്ള അവസ്ഥയെ പ്രാപിക്കുക. മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? തിരിച്ച് ദേഹത്തിലേക്ക് മടങ്ങി വരാത്ത നിരന്തരമായിരിക്കുന്ന ആ ഒരു ലയനമാണത്. ഏകം സത് വിപ്ര ബഹുധാ വദന്തി, അല്ലെ? ഈ ഏകമായിരിക്കുന്ന സത്യത്തെയാണ് ഇന്ന് നമ്മൾ നാനാരൂപങ്ങളിൽ, നാമരൂപങ്ങളിൽ കാണുന്നത്. അപ്പോ ഞാൻ PhD എടുത്തു എന്ന് പറഞ്ഞ് LKG UKG ഒന്നും പഠിക്കുന്ന കുട്ടികൾ അത് വേണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിത് അറിഞ്ഞു എന്ന് പറഞ്ഞാലും ക്ഷേത്രങ്ങളും മാതൃസങ്കല്പങ്ങളും കുലദേവതാ സങ്കല്പങ്ങളും എല്ലാം ഇവിടെ വേണം. എല്ലാവരും പടിപ്പടിയായിട്ട് ഉയർന്ന ജന്മങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടതാണ്. ആ ഭഗവത് പദം പോകുന്നതിന് തീർച്ചയായും ഇത് അത്യന്താപേക്ഷിതമാണ്. രമണ മഹർഷിയെ പോലെയോ, ഹസ്താമലകനെ പോലെയോ, കണ്ണപ്പ നയനാരെ പോലെയോ, അഭിരാമി പട്ടരെ പോലെയോ, രാമകൃഷ്ണ പരമഹംസരെ പോലെയൊക്കെ അവരുടെ പൂർവ്വജന്മ പുണ്യം കൊണ്ട് അവര് ഒരു ജന്മത്തിൽ തന്നെ നേടേണ്ടത് നേടി വാസനാക്ഷയം വന്ന് അവര് ഈശ്വര തലത്തിലേക്ക് പോകുന്നത് നമുക്ക് കാണാം. പക്ഷെ നമുക്ക് എന്താ പറയാ, പൂർവ്വജന്മ വാസനകള് നമ്മളെ വീണ്ടും വീണ്ടും ജന്മത്തിലേക്ക് കൊണ്ടുവരുന്നു, അല്ലെ? ഇനി നമുക്ക് എന്താ ആ ഒരു തലത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ ശരീരം, ആ ശരീരത്തിലിരിക്കുന്ന ദേവത, ഇതിനെയൊക്കെ നമ്മൾ നന്നായി അറിയണം. എന്റെ ശരീരം, ധനം, വീട്, ഭർത്താവ്, ഭാര്യ എന്ന ആ പോലെ പ്രധാനമാണ് എന്റെ പരദേവതയും. അവിടെ ഞാൻ എന്ന് പറയുന്ന ശബ്ദം നമ്മൾ നമ്മുടെയുമായിട്ട് ഒട്ടി നിൽക്കുന്ന, ചേർന്ന് നിൽക്കുന്ന, നമുക്ക് സ്നേഹമുള്ള വസ്തുക്കളെ എന്റെ എന്ന് പറയാറുണ്ട്. അതുപോലെയാണ് എന്റെ പരദേവത, എന്റെ ശരീരത്തിലിരിക്കുന്ന എന്റെ അച്ഛനമ്മമാരിലൂടെ എന്നിൽ എത്തിച്ചേർന്ന ആ മഹാശക്തി. അപ്പോ അവിടെ നിന്ന് തുടങ്ങിയാണ് നമ്മൾ ആ ഒരു മറ്റുള്ള ഈശ്വര സങ്കല്പങ്ങളിലേക്ക് പോകേണ്ടത്. അപ്പൊ ആ ഈശ്വര രൂപങ്ങളെ അറിയണമെങ്കിൽ ഈ പരദേവതയുടെ അനുഗ്രഹം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകണം. ആ ഒരു എന്താ പറയാ, നമ്മുടെ എന്നുള്ള ബോധ്യം ആദ്യം വരുന്നത് ഈ ദേവത കാരണമാണ്. ശ്രീകൃഷ്ണൻ അർജുനനെ ഉപദേശിച്ചത് എന്താ? സ്വധർമ്മം അനുഷ്ഠിക്കാനാണ്. കാരണം അദ്ദേഹം അത് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തു. ഗുജറാത്തിലെ ഹരസിദ്ധി എന്ന ഭദ്രകാളി സങ്കല്പമാണ് ശ്രീകൃഷ്ണന്റെ കുലദേവത. ഹര എന്നാൽ ശൈവവും വൈഷ്ണവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു, അനുഗ്രഹം തരുന്നവൾ. ഈ ദേവിയെ പ്രതിഷ്ഠിച്ച് ശ്രീചക്രം സ്ഥാപിച്ച് ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ പൂജ കഴിച്ച ആളാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ഗുജറാത്തിലെ മിയാദി എന്ന് പറയുന്ന ഒരു പർവ്വത സ്ഥലത്താണ് ഈ പ്രതിഷ്ഠ. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ പരദേവത മഹാകാളിയായിരുന്നു. അതായത് നമ്മൾ അവതാര പുരുഷനായിരിക്കുന്ന ശ്രീരാമന്റെ പരദേവതയും മഹാകാളിയാണെന്ന് പറയപ്പെടുന്നു. ശ്രീരാമകൃഷ്ണ പരമഹംസരുടേത് ദക്ഷിണാകാളി. അപ്പൊ ഗുരുവായൂർ വിഗ്രഹം അദ്ദേഹത്തിന്റെ അച്ഛൻ
വസുദേവരും അതിനു മുമ്പുള്ള പല തലമുറയും പൂജിച്ച വിഗ്രഹമാണ്. ബ്രഹ്മാവ്, വിഷ്ണു ഭഗവാൻ തുടങ്ങിയവർ വരെ പൂജിച്ച ആ വിഗ്രഹത്തെയാണ് ഉദ്ധവരോട് തന്റെ സ്വർഗാരോഹണ സമയത്ത് വീണ്ടെടുത്ത് ഉചിതമായ രീതിയിൽ പ്രതിഷ്ഠിക്കണമെന്ന് ഭഗവാൻ ആവശ്യപ്പെട്ടത്. വേറൊന്നും സംരക്ഷിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞില്ല. തന്റെ കുലത്തിന്റെ പരമ്പരാഗത ആരാധന, ആ മൂർത്തിയായിരിക്കുന്ന ആ ഒരു ചൈതന്യമൂർത്തിയായിരിക്കുന്ന ആ വിഗ്രഹത്തെ പ്രതിഷ്ഠിക്കണം. അത് അനേക കോടി ജനങ്ങൾക്ക് അനുഗ്രഹ വർഷം ചൊരിയും. അത് ആ നിലയിൽ എത്തിച്ചേരും എന്നാണ് ഉദ്ധവരോട് ഭഗവാൻ പറഞ്ഞത്. ദ്വാരക പ്രളയജലത്തിൽ മുങ്ങിക്കിടക്കുന്നു. എവിടെ നോക്കിയാലും ജലം മാത്രം. എങ്ങനെയാണ് ഈ ഒരു വിഗ്രഹത്തെ കണ്ടെത്തുക? ഉദ്ധവർ വിഷമിച്ചു. അദ്ദേഹം നോക്കിയപ്പോ ഭഗവാൻ സമാധിസ്ഥനായി പോയി കഴിഞ്ഞു. അപ്പോഴാണ് ദേവഗുരുവായ ബൃഹസ്പതി, നമ്മുടെ ഉള്ളിലെ പ്രാണനാണ് ഗുരു. ആ ഗുരുവിനെ നമ്മൾ അറിയണം. പ്രാണതത്വത്തെയാണ് നമ്മൾ ഗുരു എന്ന് പറയുന്നത്. അപ്പോ ആ വായു നിയന്ത്രണത്തിലൂടെ പ്രജ്ഞയിൽ ഉണരുന്ന ഒരു ദർശനം ഉണ്ടാകുന്നു. അതായത് ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഇത്രയും ഭാരമുള്ള വിഗ്രഹം ജലത്തിൽ താഴാതെ ഉയർന്നു കിടക്കുന്ന ഒരു വിഗ്രഹത്തെ ഉദ്ധവർ കാണുകയാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ കുലാചാരത്തിന്റെ ഉത്തമ ഉദാഹരണമായിരിക്കുന്ന ആ വിഗ്രഹത്തെയാണ് സാക്ഷാൽ മഹാദേവന്റെ സാന്നിധ്യത്തില് ഗുരുവായൂരിൽ ഗുരുവും വായുവും കൂടി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഇന്ന് അനേക കോടി ജനങ്ങള് എന്താ പറയാ, ആ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി ആ ഒരു കാളി സ്വരൂപത്തിലിരിക്കുന്ന സാക്ഷാൽ കൃഷ്ണ വിഗ്രഹത്തെ പൂജിച്ചു വരുന്നു. ഭഗവാന്റെ കുലദേവതയാണ് അവിടെ ഇരിക്കുന്നത്. മാത്രമല്ല, ആ ഭഗവാന്റെ കുലദേവത അമ്മയുടെ സ്ഥാനത്താണ് തൊട്ടടുത്തിരിക്കുന്ന ഇടത്തരികത്ത് കാവിലമ്മ. ഈ കുലാചാര നിഷ്ഠ നമുക്കും മാർഗദർശനമേകണം. നമ്മുടെ പരദേവതയോടൊപ്പം ആ ബ്രഹ്മസ്വരൂപത്തിൽ ലയിക്കാൻ നമുക്കും സാധിക്കണം. ഇതിന് ഗുരുകാരണവന്മാര് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കുലദേവതയുടെ പൂർണ്ണമായിരിക്കുന്ന അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇഷ്ടദേവത നമ്മുടെ കൈപിടിച്ച് നമ്മളെ അവിടേക്ക് എത്തിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നിവിടെ ഈ കുലദേവതാ സങ്കല്പം അതിനെ പറ്റിയുള്ള ചിന്തകൾ അവസാനിപ്പിക്കാം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.